നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് പാപത്തെയും ശാപത്തെയും രോഗത്തെയും ഇന്ന് കർത്താവിന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശം ഇല്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് നന്ദിയോടെ വാഴ്ത്താം, നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയം ആണല്ലോ. ആമേൻ. നിങ്ങൾക്ക് സൗണ്ടൊക്കെ ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ? എല്ലാം കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വൻകൃപകൾക്കായി സ്തുതിക്കുന്നു. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആമേൻ. നമുക്ക് സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ വാഴ്ത്താം. എല്ലാ ദിവസവും കർത്താവിന്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നല്ലോ. അത് മാത്രമല്ല, സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയും ലൈവായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ട്. ഇതിനു ശേഷം കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ വളർത്തുന്നല്ലോ, നടത്തുന്നല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആമേൻ. തുടർമാനമായിട്ട് നമ്മൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷമാണ് ധ്യാനിച്ചു വരുന്നത്. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ കേട്ട വചന ചിന്തയാണ്, വചനമല്ല. ദൈവരാജ്യത്തെ കുറിച്ച് വിഷമത്തിലിരിക്കുമ്പോൾ ഉള്ളിനിടയിൽ വീണ ദൈവരാജ്യം, സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. സമാധാനവും പരിശുദ്ധ. നമ്മൾ ഇന്നലെ കേട്ടു ദൈവരാജ്യത്തിൽ എന്തുകൊണ്ട് യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ദൈവപ്രവർത്തികൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. അതിനായിട്ട് നമ്മളെ എങ്ങനെ ഒരുക്കണം എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ദൈവവചനത്താൽ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. തുടർമാനമായിട്ട് നമ്മൾ പിന്നെയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുന്നു. അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അകത്ത് വളരുവാൻ കഴിയുന്നത്. ദൈവാത്മാവ് നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വീണ്ടും ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 1 മുതൽ നമ്മൾ ആരംഭിച്ച യാത്രയാണ്. അതിന്റെ 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാണാൻ പറ്റുന്നല്ലോ. യേശു ക്രിസ്തു അവിടെ ഒരു സഹോദരിയോട് പറയുന്ന ചില വാക്കുകളാണ്. ആ സഹോദരി, നമുക്കറിയത് പരിചിതമായൊരു വചനമാണ്. കർത്താവിന്റെ അടുക്കൽ വന്ന് ആ സഹോദരി എന്ത് ചെയ്തു? കർത്താവിന്റെ കാലിൽ പരിമള തൈലങ്ങൾ പൂശി ആ മുടി കൊണ്ട് കർത്താവിന്റെ കാലുകളെ തുടച്ചു. ആ ഒരു സഹോദരിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സഹോദരിയുടെ കർത്താവ് പറയുന്ന വാക്കിതാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരോട് കൂടെ പന്തിയിലിരുന്നവർക്ക് പാപമോചനം കൊടുക്കുന്നവർ ആരെന്ന് തമ്മിൽ പറഞ്ഞു. എന്നിട്ട് താഴേക്ക് യേശു പറയാണ്, അവനോ നിന്റെ വിശ്വാസം, സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. നോക്കിക്കേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എപ്പോഴും നമ്മളൊരു കാര്യം ഉറപ്പിച്ചോണേ, നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള നമ്മുടെ ഉറപ്പ്, ദൈവത്തിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ നടത്തുന്നൊരു ദൈവമുണ്ട്, നമ്മളെ വിശ്വാസത്തിൽ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? നിറയ്ക്കും, അല്ലേ? ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോണേ, നമ്മുടെ വിശ്വാസത്തിന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയും. വിശ്വാസത്തിന് എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നത്? ശ്രദ്ധിച്ച്, വിശ്വാസത്താലാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ധനം വിശ്വാസമാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെ ജീവിച്ചാലും നിങ്ങൾക്ക് ജീവനിൽ വാഴുവാൻ കഴിയും. എത്ര ഭയങ്കര ലോകത്തിലാണെങ്കിലും, എത്ര പ്രതികൂലങ്ങൾക്കകത്താണെങ്കിലും, എത്ര വിഷയങ്ങളുള്ള അവസ്ഥയിലാണെങ്കിലും,
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവനിൽ വാഴുവാൻ കഴിയും. ആ കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ യുവർ ഫെയ്ത്ത് ഹാസ് സേവ്ഡ് യു. നിങ്ങളുടെ വിശ്വാസം നിന്നെ സേവ് ചെയ്യുന്നു, അഥവാ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. എപ്പോഴും നോക്കിയോണം, ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളും ഞാനും നമ്മുടെ വിശ്വാസത്തെ എപ്പോഴും വളർത്തണം. ഇവിടെ വചനം ശ്രദ്ധിച്ച് നോക്കി, നിന്റെ വിശ്വാസം, ആ വാക്ക് നോക്കിക്കേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രണ്ട് കാര്യമാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ദൈവം നമ്മെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വിശ്വാസം. ഇതിലെന്തെങ്കിലും ഒരു കേടുപാടോ ഇതിലെന്തെങ്കിലും ഒരു കുഴപ്പങ്ങളോ സംഭവിച്ചാൽ രക്ഷപ്പെടത്തില്ല. അതാണ് എൻ്റെ അർത്ഥം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നിങ്ങൾക്ക് രക്ഷ, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്ലാനും തലകീഴായി പോകും. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണല്ലോ, ആദ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ പറ്റി ബൈബിൾ പറയുന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭാവിക്കട്ടെ. ഇനി എന്താണ് ഈ വിശ്വാസം? പുതിയ നിയമം എന്ന് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27 പറയുന്നു, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലല്ല, വിശ്വാസ മാർഗത്താൽ അത്ര. അപ്പൊ വിശ്വാസം ഒരു മാർഗമാണ്. അതായത് ഈ മാർഗം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞേക്കുന്ന വാക്ക് ലോ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ മാർഗമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഒരു നിയമമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന്റെ ഒരു നിയമം അവിടെ ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ നിയമം എന്ന വാക്ക് നമുക്കത് ലോ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസത്തിന്റെ ഒരു നിയമം, ലോ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ നിയമം അവിടെയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? നിയമം, ഇവിടെ മാർഗം എന്നാ പറഞ്ഞത്. ഈ നിയമം എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? നിയമം എന്താ? പാലിക്കേണ്ട കാര്യങ്ങൾ. നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നിയമം എന്ന് പറയുമ്പോൾ നിയമകർത്താവ് എന്നൊരു വാക്ക് വരും, അല്ലെ? നമ്മൾ പറയാ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ നിയമം നടപ്പിലാക്കുവാൻ തക്കതായ നിയമകർത്താക്കൾ അവിടെയുണ്ട്, അല്ലെ? ഇന്ത്യയിൽ ഒരു ലോ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ആ നിയമത്തിന്റെ അകത്ത് നടപ്പിലാക്കുന്ന ഒരു അധികാര സംവിധാനമുണ്ട്. അപ്പൊ ലോ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിശ്വാസ മാർഗം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിശ്വാസത്തിന്റെ നിയമമാണ്. അപ്പൊ വിശ്വാസ നിയമത്തിന്റെ അകത്തൊരു നിയമകർത്താവുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസ നിയമത്തിന്റെ അകത്ത് ഒരു കർത്താവുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ അകത്ത് നടത്തിപ്പുകാരായിട്ടുള്ള ആളുകളുണ്ട്. ആമേൻ. അപ്പൊ നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾക്കൊരു നിയമമുണ്ട്. നിങ്ങളൊരു നിയമത്തിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. ആ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം. ഈ നിയമം എന്ന് പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ അകത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ, ആ വണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശുക്രിസ്തു പാനപാത്രം എടുത്ത്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. നോക്കിക്കേ, പുതിയ നിയമം. അപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിർമ്മിച്ച നിയമത്തിന്റെ പേരാണത് ലോ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നിയമം. ആമേൻ. അപ്പൊ വിശ്വാസത്തിന്റെ നിയമത്തെ യേശു ക്രൂശിലൂടെ നിർമ്മിച്ചെടുത്തു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് പറയത്തില്ല, നിയമം അറിയണം. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഒരു അഡ്വക്കേറ്റ് വരാൻ ഇടയായി തീർന്നു. അപ്പൊ അഡ്വക്കേറ്റ് എന്തോ ഓപ്പണായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ ചോദിച്ചു, ഇത് പോലീസ് പിടിക്കത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ്, എനിക്ക് നിയമം അറിയാമെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ സാധാരണക്കാരനായ ഒരു മനുഷ്യന് പേടി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അന്നത്തെ കാലത്ത് ഞാനൊന്ന് വിശ്വാസി വന്നിട്ടില്ല, അപ്പൊ ഞാൻ ചോദിച്ചു ഇത് പ്രശ്നമാകത്തില്ലെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് നിയമം അറിയാം. അപ്പൊ നിയമം അറിയാവുന്നവർക്ക് ടെൻഷൻ ഇല്ല, നിയമം അറിയാത്തവർക്ക് അയ്യോ പോലീസ് പിടിച്ചാൽ വലിയ വിഷയം. അദ്ദേഹം പറഞ്ഞിരിക്കും, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹം പറയും നിയമം അറിയാം.
അപ്പം വിശ്വാസത്തിന്റെ നിയമം വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആ നിയമത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നമുക്ക് ഭയം ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ ഭയപ്പെടും. ഈ നിയമത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നിയമം നടപ്പിലാക്കേണ്ടതാണ്. നിയമം നിർബന്ധമാണ്. എന്നിട്ട് ഞാൻ പറയാം, ഇപ്പൊ നിങ്ങളോട് പറയുകയാണ് ഇന്ത്യയിലെ ചില നിയമങ്ങളുണ്ട് അല്ലേ. ഈ നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഔദാര്യമല്ല, അയ്യോ ഒന്ന് ചെയ്യാവോ എന്ന് ചോദിക്കുന്നതല്ല, ഇത് നിർബന്ധമാണ്. നിയമം എന്ന് പറഞ്ഞാൽ ചെയ്യണം. ഇപ്പൊ വിശ്വാസത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അനുസരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇതുമായിട്ട് നമുക്ക് എന്നാ ബന്ധം എന്നൊരു സംശയം വന്നില്ലേ? ഇന്നലെ നമ്മൾ കേട്ടു യേശുക്രിസ്തു ഏഴാമത്തെ ലൂക്കോസ്ലിഹയുടെ 7-ാമത്തെ വാക്യത്തിന്റെ അകത്ത് സ്നാപക യോഹന്നാൻ വന്നിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ടല്ലേ. ആമേൻ. അപ്പൊ ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ മറുപടി കണ്ടോ? കുരുടൻ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രനോട് സുവിശേഷം അറിയിക്കുന്നു. ആ നാഴികയിൽ അവർ വ്യാധികളും ദണ്ഡനകളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാരും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, മുടന്തൻ തുള്ളുന്നു. ഈ കാര്യങ്ങൾ യേശു പറഞ്ഞു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അപ്പൊ ദൈവരാജ്യത്തിന്റെ നിയമം യേശുവിന് അറിയാം. അപ്പൊ നിയമം ലംഘിച്ചു കയറി വന്നതാണ് രോഗം. നിയമം ലംഘിച്ചു കയറി വന്നതാണ് പൈശാചിക ബന്ധനങ്ങൾ. നിയമം ലംഘിച്ചു വന്നതാണ് കുരുടന്മാരുടെ കണ്ണുകളെ അടച്ചത്. നിയമം ലംഘിച്ചു കയറി വന്നതാണ് കുഷ്ഠരോഗം. നിയമം ലംഘിച്ചു കയറി വന്നതാണ് ദാരിദ്ര്യം. അതുകൊണ്ടാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇല്ലീഗലായി കയറി വന്നതാണ്. അപ്പൊ നമുക്കിപ്പോഴും അറിയത്തില്ല ഇത് ലീഗൽ ഏതാ ഇല്ലീഗൽ ഏതാന്ന്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന സകല വിഷയങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവം തന്നതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ദൈവം തന്നതാണോ അതോ ഇല്ലീഗൽ ആണോ എന്ന് അറിയണമെങ്കിൽ നിയമം പഠിക്കണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, നിയമം പഠിച്ചാലേ വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറ. നിയമം പഠിച്ചാലേ വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ നിയമം അറിയാത്തത് കൊണ്ട് പലപ്പോഴും എന്താണെന്നറിയാം, നിങ്ങൾക്ക് വിശ്വാസത്തെ ഉപയോഗിക്കാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ അഡ്വക്കേറ്റായ മനുഷ്യൻ പറഞ്ഞു എനിക്ക് നിയമം അറിയാം, എനിക്കത് അറിയാത്തത് കൊണ്ട് എൻ്റെ അകത്തൊരു ഭയം ഉണ്ടായി. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ നിയമം വരാൻ കാരണം? ഇവിടെ നോക്കിക്കേ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ഇരിക്കുന്നു, സ്വർഗത്തിൽ ആകുന്നു. അപ്പൊ നമുക്കൊരു പൗരത്വം ഉണ്ടെന്നും ആ പൗരത്വം എവിടെയാണെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? അത് സ്വർഗീയ പൗരത്വമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന്റെ പൗരത്വം നമുക്കുണ്ട്. വചനം മറക്കല്ലേ, നിങ്ങൾ നിയമത്തിന്റെ കീഴിൽ ഉള്ളവരാണ്. ആ നിയമത്തിന്റെ പേരാണ് വിശ്വാസത്തിന്റെ നിയമം. സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ഒരു പദം നിങ്ങൾക്ക് ഈ പലരും പറയണം, അയ്യോ അത് കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ നമുക്ക് നിത്യതയിൽ നമുക്ക് പൗരത്വം കിട്ടും, ആ പൗരത്വത്തെ പറ്റിയാണ് പൗലോസ്ലീഹ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തെറ്റാണ്. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ ഒരു വാക്കുണ്ട്, ബട്ട് അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. ആ വാക്കിന്റെ അർത്ഥം എന്തുവാ? അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? പൗരത്വം കിട്ടുമെന്നാണോ അതോ കിട്ടിയെന്നാണോ അതിന്റെ അർത്ഥം? ഒന്ന് പറഞ്ഞു, അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു ആ വാക്കിന്റെ ഒരു അർത്ഥം. ആ പൗരത്വം കിട്ടിയെന്നല്ലേ? അല്ലെങ്കിൽ അവിടെ വരേണ്ട പദം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നു അവിടെ വരേണ്ടത്. പകരം അവിടെ വരേണ്ട പദം യു വിൽ ഗെറ്റ് സിറ്റിസൺഷിപ്പ്. നിങ്ങൾക്ക് പൗരത്വം കിട്ടുമെന്നാ വരേണ്ടത്. യു വിൽ ഗെറ്റ് സിറ്റിസൺഷിപ്പ്. ഇവിടെ വചനം പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ ഗെറ്റ് എന്നൊരു വാക്ക് അവിടെ ഇല്ല. പകരം അവിടെ പറഞ്ഞിരിക്കുന്നു അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. നമുക്ക് പൗരത്വം ലഭിച്ചിരിക്കുന്നു. എന്നാൽ പലരും തെറ്റിദ്ധരിപ്പിച്ചപ്പെട്ടിരിക്കുന്നത് നിത്യതയെ ചെല്ലുമ്പോൾ നമുക്ക് സ്വർഗീയ പൗരത്വം കിട്ടുമെന്നാണ്. അപ്പൊ ഒരു ചോദ്യം, ഈ ഭൂമിയിൽ സ്വർഗത്തിലെ പൗരത്വം കിട്ടി എന്നതിന്റെ തെളിവെന്തുവാ? നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ നിയമം ഉള്ളത് കൊണ്ട്. യേശു പറഞ്ഞില്ലേ, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ നിയമം ആർക്കുള്ളതാ? ഒന്ന് പറ, ഈ നിയമം ആർക്കുള്ളതാ?
വിശ്വാസികൾക്കുള്ളത് ആ വിശ്വാസികൾക്ക് അപ്പൊ ഒരു കാര്യം ചോദിച്ചോ, നിയമം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനാണ് നിയമമുള്ളത്, അല്ലെ? ഓരോ രാജ്യത്തിനാണ് നിയമമുള്ളത്. നമുക്കറിയാം, ഓരോ പഞ്ചായത്തിനും നിയമമില്ല, ഓരോ ജില്ലയ്ക്ക് നിയമമില്ല, ഒരു രാജ്യത്തിനാണ് നിയമമുള്ളത്. ആ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥയ്ക്കകത്താണ് ജില്ലകളും പഞ്ചായത്തുകളും ഒക്കെ വരുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ നിയമത്തെപ്പറ്റി യേശു പറയുന്നു. എന്താ പറഞ്ഞത്? ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. റോമാലേഖനം 3-ാം വാക്യത്തിൽ പറയുന്നത് ലോ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നിയമം. ഇത് ആർക്കാണ് ബാധകമായിട്ടുള്ളത്? സ്വർഗരാജ്യത്തിന്റെ പൗരത്വമുള്ളവർക്ക്. കണ്ടോ? അപ്പൊ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. അപ്പൊ സ്വർഗീയ പൗരത്വം ലഭിച്ചു ഭൂമിയിൽ ജീവിക്കുന്നവരാ നിങ്ങൾ. അപ്പൊ നിങ്ങൾ നിയമം പഠിക്കണം. ഈ നിയമം എങ്ങനെയാ മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ബൈബിൾ നമുക്കറിയാം, നമുക്കൊരു ഇന്ത്യൻ ലോ ഉണ്ടല്ലേ, ഇന്ത്യൻ നിയമ പുസ്തകം ഉണ്ടല്ലേ. ഡോക്ടർ അംബേദ്കറെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? രേഖപ്പെടുത്തി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ നിയമം നമുക്കുണ്ടല്ലേ. ഈ നിയമത്തിന്റെ അകത്താണ് സർവ്വ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു നിയമം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ആ നിയമപ്രകാരമാണ് കോടതി ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഈവൻ ഒരു വ്യക്തി പോലും ജീവിക്കുന്നത് നിയമപ്രകാരം, അല്ലേ? നമ്മൾ പറയും എനിക്ക് ആധാറും വേണ്ട, ഒന്നും വേണ്ട. പറ്റത്തില്ല. എനിക്ക് പാസ്പോർട്ടും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ആധാറും വേണ്ട, വോട്ടർ ഐ ഡിയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, റേഷൻ കാർഡും വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങൾക്ക് ജീവിക്കാൻ. ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റത്തില്ല. തെളിവ് വേണം, ജനന സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. നമുക്ക് നിയമത്തിന്റെ അകത്താ മുഴുവൻ. ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയത്തില്ല. നിങ്ങൾ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ നിയമം അനുസരിക്കും. ഈ കേട്ടോണേ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ്, പക്ഷേ നിങ്ങൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. കണ്ടോ? ഇനി നിങ്ങൾ പഠിക്കണം, ലീഗലും ഇല്ലീഗലും പഠിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ലീഗലും ഇല്ലീഗലും, നിയമപരമായിട്ടുള്ളതും അനധികൃതമായിട്ടുള്ളതും പഠിക്കണം. അപ്പൊ ആദ്യം ഞാൻ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച വ്യക്തിയാണ്. അപ്പൊ സ്വർഗീയ പൗരനായ ഞാൻ ജീവിക്കേണ്ടത് ലോ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നിയമപ്രകാരമാണ്. അപ്പൊ എന്താണ് വിശ്വാസത്തിന്റെ നിയമം? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരും, അല്ലെ? ആദ്യം നിങ്ങൾ തിരിച്ചറിയണമേ, രോഗം ഇല്ലീഗലാണ്. ദൈവരാജ്യത്തിന്റെ പൗരത്വമുള്ളവൻ രോഗം മേടിക്കേണ്ട കാര്യമില്ല. ദൈവരാജ്യത്തിന്റെ പൗരത്വമുള്ളവൻ നശിച്ചു പോകത്തില്ല. ദൈവരാജ്യത്തിന്റെ പൗരത്വമുള്ളവൻ, ബൈബിൾ പറഞ്ഞു, ദൈവത്തിന്റെ സമാധാനമുണ്ട്. അപ്പൊ ഇതിന് വിരോധമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ട് ബ്രദറെ, എന്നോട് ആരോണ്ട് പറഞ്ഞു ഇത് സാത്താന്റെ ബന്ധനമാണ്, ഇത് ഇല്ലീഗലാണ്. അതിന് എന്ത് ചെയ്യണം? നമുക്കറിയാം, എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങളുടെ പറമ്പിൽ, നിങ്ങളുടെ 10 സെന്റ് സ്ഥലം ഒന്നിരിക്കട്ടെ, 10 സെന്റ് സ്ഥലത്തിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് ഒരു 5-6 സെന്റ് അതൊരു വീട് ഇരിക്കുന്നിരിക്കട്ടെ. കുറച്ച് പറമ്പുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും നിങ്ങൾ ജോലിക്ക് പോയിട്ടോ പുറത്ത് പോയിട്ടോ എവിടെയെങ്കിലും പോയി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും ആ വീട്ടിൽ കയറി, ആ ഇരിക്കുന്ന 5 സെന്റ് പറമ്പിൻ്റെ അകത്തോട്ട് കയറി ഒരു പുള്ളി ടെൻ്റൊക്കെ അടിച്ചിട്ട് പയ്യെ കട്ടളയൊക്കെ വെച്ച് അയാൾ പയ്യെ അവിടെയൊക്കെ വാനം മാന്തി പുള്ളി വീട് പണിയുള്ള പ്ലാനാ. നിങ്ങൾ അദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുക്കുമോ? അതോ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തുമായിരിക്കും? എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആദ്യം നിങ്ങൾ ആരെ വിളിക്കും? നിങ്ങൾ എന്തുകൊണ്ടാണ് അയ്യോ പൊത്തൊന്ന് വിളിക്കാതെ പോലീസുകാരെ വിളിക്കുന്നത്? എന്തുകൊണ്ടാ പോലീസിനെ വിളിക്കുന്നത്? നിങ്ങൾ നിലവിളിച്ചാ പോരെ? നിങ്ങൾ അവിടുന്ന് അയാളെ ഓടിച്ചു വിട്ടാ പോരെ? എന്തുകൊണ്ടാ പോലീസിനെ വിളിക്കുന്നത്? കണ്ടോ? നിയമം നടപ്പിലാക്കുന്ന ഒരു സൈന്യം നമുക്കുണ്ടല്ലേ. അനധികൃതമായ ഒരാൾ നിങ്ങളുടെ പറമ്പിൽ പ്രവേശിച്ചപ്പോൾ ആധാരം നിയമപ്രകാരം കൈവശമുള്ളവർ ഉടനെ നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരെ വിളിച്ചു. കണ്ടോ? ഇത് തന്നെയാണ് വിശ്വാസത്തിന്റെ നിയമത്തിന്റെ അകത്തും. ഒരു രോഗം വരുമ്പോൾ നിയമം അറിയാവുന്ന നിങ്ങൾ, നിയമം അറിയാവുന്ന നിങ്ങൾ, സാരമില്ല ഇത് കർത്താവ് എനിക്ക് തന്നതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പറയണം, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ അകത്തിരിക്കുന്ന എൻ്റെ അവകാശമാണ് ആരോഗ്യം. കണ്ടോ? നിയമമാണ് ആരോഗ്യം. ഒന്നുകൂടെ ഞാൻ പറയാം, നിയമമാണ് ആരോഗ്യം. ദൈവരാജ്യത്തിന്റെ നിയമമാണ് ആരോഗ്യം.
അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇന്നലെ നമ്മൾ ആ വാക്യം വായിച്ചപ്പോൾ അതിനെ തുടർമാനമായിട്ട് നമ്മൾ കേട്ട് പോകുന്നായിരുന്നല്ലേ. അവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്നാപക യോഹന്നാൻ വന്നിട്ട് ചോദിക്കുക, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ എന്ന് സ്നാപക യോഹന്നാൻ ചോദിക്കുന്ന സമയത്ത് ആ വാക്കുകളുണ്ട്, വരുവാനുള്ളവൻ നീയോ അല്ല, ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ എന്ന് പറഞ്ഞു. യേശുവിന്റെ മറുപടി, ആ നാഴികയിൽ യേശു മറുപടി പറയുകയാണ്, വ്യാധികളും ദണ്ഡനകളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാരുടെ കാഴ്ച നൽകുകയും ചെയ്തിട്ട് പറയാണ്, കുരുടൻ കാണുന്നു, മുടന്തൻ കേൾക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമാകുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഞാൻ ദൈവരാജ്യത്തിന്റെ രാജാവാണ്. ഇല്ലീഗലായിട്ട് എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ മനുഷ്യന്റെ അകത്തോട്ട് കയറിക്കൂടിയ സകലത്തെ ഞാൻ പുറത്ത്. ഇത് പോയി യോഹന്നാനോട് പറയണം, ഞാൻ തന്നെയാണ് രാജാവെന്ന്. കണ്ടോ, ദൈവരാജ്യത്തിന്റെ നിയമകർത്താവ് ഞാൻ തന്നെയാണ്. ഇല്ലീഗലായിട്ട് കയറിക്കൂടിയതിനെല്ലാം ഞാൻ പുറത്താക്കുന്നു, ഞാൻ അതിനെ മുഴുവനും തകർക്കുന്നു എന്ന് സ്നാപക യോഹന്നാനോട് പോയി പറ. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സമയത്ത് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് പലപ്പോഴും ആളുകൾ ഈ രോഗസൗഖ്യ പ്രാർത്ഥനകളും കൃപാവരം ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർക്കെതിരെ വിമർശിക്കാൻ വേണ്ടി എടുക്കുന്ന മിക്ക ആൾക്കാരെടുക്കുന്ന ഒരു വാക്കാണ്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നത് കള്ളപ്രവാചകന്മാരാണ്. അതിന് തെളിവായിട്ട് അവർ പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു മനുഷ്യൻ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെയും രോഗികളെയൊക്കെ സൗഖ്യമാക്കുന്നത് കണ്ടപ്പോഴേക്കും ശിഷ്യന്മാർ പോയിട്ട് അവനെ വിളിച്ച്, ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ച് പോകുന്ന പറഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞു. ഉടനെ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇപ്പം നിന്റെ നാമത്തിൽ വലിയ അത്ഭുതം ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, പക്ഷേ ആ മനുഷ്യനെ എത്ര വിളിച്ചിട്ടും പുള്ളി പറഞ്ഞു, നിങ്ങൾ വിട്ടോ എന്നാണ് പറയുന്നത്, ഞാൻ വരുന്നില്ല. ഉടനെ യേശുവിൻ്റെ മറുപടി, അന്ത്യനാളിൽ ഞാൻ അവനെ അറിയുന്നില്ല. അങ്ങനെയുള്ളവരെ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ഓടിച്ചെന്നും എൻ്റെ നാമത്തിൽ രോഗികളെ ഓടിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് വരും, അവരെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതെടുത്ത ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗസൗഖ്യം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി പ്രസംഗിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയോ? പൗരത്വം ഉള്ളവനെ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അന്ത്യനാളിൽ ഇപ്പം ഞാൻ പറയാം, ഇന്ത്യൻ പാസ്പോർട്ടും പൗരത്വം ഉള്ളവൻ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ ഇന്ത്യക്കാരനാന്ന് പറയുമ്പം ചുറ്റും നിൽക്കുന്ന മട്ടുളക്കാരുള്ള തോക്കുമായിട്ട് വരും. നീ പാകിസ്ഥാനിയാണോ ചൈനക്കാരനാണോ എന്നൊരു ചോദ്യമായിരിക്കും ആദ്യം. അപ്പൊ അല്ല, ഞാൻ ഇന്ത്യക്കാരൻ തന്നെയാ, കോട്ടയംകാരൻ തന്നെയാ. ഉടനെ അടുത്ത ചോദ്യം, തെളിവ് കാണിക്കുക. കണ്ടോ, ഇല്ല, ഇപ്പൊ വെടിയുണ്ട തറഞ്ഞു കയറും. കൈ നോക്കുമ്പോഴേക്കും പാസ്പോർട്ട് ഇരിക്കുന്നു, ഐഡന്റിറ്റി കാർഡ് ഇരിക്കുന്നു, ആധാർ കാർഡ് ഇരിക്കുന്നു. ഓക്കെ, നമ്മളെ വെറുതെ വിടും. ഇതാണ് യേശു പറഞ്ഞത്, സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചവനെ മാത്രം എനിക്ക് അറിയത്തുള്ളൂ. കണ്ടോ, അപ്പൊ സ്വർഗീയ പൗരത്വം കിട്ടണമെങ്കിൽ രക്ഷിക്കപ്പെടണം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു സഹോദരി ചോദിച്ചായിരുന്നല്ലോ, യേശുവിന്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണ്ട, രക്ഷിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. രോഗം സൗഖ്യമാകണമെങ്കിൽ രക്ഷിക്കപ്പെടണ്ട. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർക്കും യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കാം. പക്ഷെ പൗരത്വം ലഭിക്കുമ്പോൾ ബെനിഫിറ്റുകളുണ്ട്. കണ്ടോ, ഇന്ത്യൻ പൗരത്വം മാറ്റിവെച്ചിട്ട് അമേരിക്കൻ പൗരത്വം, ഓസ്ട്രേലിയൻ പൗരത്വം, ബ്രിട്ടീഷ് പൗരത്വം, അങ്ങനെ പല ജർമ്മൻ പൗരത്വം ലഭിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത്? അവർ പറയും, ഞങ്ങളുടെ ജോലി അവിടെയാണ്, ഞങ്ങൾക്ക് ബെനിഫിറ്റുകളുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഞങ്ങളുടെ മക്കളെല്ലാം അവിടെ പഠിക്കുന്നു, അവരവിടെ സെറ്റിലാകാൻ നോക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ബെനിഫിറ്റുകളുണ്ട്. കണ്ടോ, ആ രാജ്യത്തിൽ ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇതേപോലെ പൗരത്വം ലഭിക്കുന്നവരുടെ ബെനിഫിറ്റുകളാണ് ഒരു നാളും നശിച്ചു പോകത്തില്ല. ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവരാജ്യത്തിന്റെ സമ്പത്തിൽ അവിടെയുള്ള പൗരത്വം ലഭിച്ചവർക്ക് കൂട്ടവകാശം ലഭിക്കുന്നു. കണ്ടോ, ആമേ. ഞാൻ ഇന്നാളൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലേ, മിഡിൽ ഈസ്റ്റിലെ കാര്യം ഞാൻ പണ്ട് പറഞ്ഞായിരുന്നല്ലേ. മിഡിൽ ഈസ്റ്റിലെ അറബ് നാടുകളിൽ അറബികളായിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ട്, അവിടുത്തെ പൗരന്മാർക്ക് റേഷൻ ലഭിക്കാറുണ്ടല്ലേ. അവർക്ക് ഇത്ര പങ്ക്, അവരുടെ എണ്ണ വിൽപ്പനയിൽ ഇത്ര ശതമാനമോ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് പ്രയോറിറ്റി ഉണ്ട്. ചെറിയ ശതമാനം എന്തോ പൈസ കിട്ടും. നിങ്ങൾ അവിടെ 10 വർഷം ജോലി ചെയ്താൽ പോലും ഈ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ പറയും, ഞാനും ഒരു കുവൈറ്റിലല്ലേ, ഞാനും സൗദിയിലല്ലേ, ഞാനും ദുബായിലല്ലേ, എന്നെ എനിക്ക് കിട്ടാത്തത്. അവർ പറയും, അല്ല, നീ പൗരനല്ല. കണ്ടോ, പൗരനാണ് ഇതെല്ലാം ഉള്ളത്. യേശുവേന്ന് വിളിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരും പൗരന്മാർക്ക് വേണ്ടി. കണ്ടോ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല എന്നല്ല അർത്ഥം, പക്ഷേ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കണ്ടോ, ഉറപ്പ് പറയാൻ പറ്റത്തില്ല.
ബൈബിളിൽ യേശു ഞാൻ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനെയല്ല, എൻ്റെ വചനം കേട്ട് പ്രവർത്തിക്കുന്നവൻ അത്രേ. കണ്ടോ, ദൈവത്തിന്റെ മക്കളെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഒരു കാറ്റഗറീസ് കർത്താവ് തിരിക്കുന്നുണ്ടോ? ഒരു തിരിവ് കർത്താവ് കാണിക്കുന്നുണ്ട്? അത് നമ്മുടെ കുഴപ്പമല്ല. യേശുക്രിസ്തു വില കൊടുത്തത് എന്തിനാണെന്നറിയാവോ? ദൈവരാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണേ. ഏതെങ്കിലും പ്രതികൂലത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ, ഞാനത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 8 കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഞാൻ വേഗത്തിൽ അത് ഇനി പൗരന്മാർ കേട്ടോണേ. നമ്മൾ വിശ്വാസത്തിന്റെ നിയമത്തിൽ നോക്കി, വചനം നോക്കി, റോമർ 3:27 നിയമത്തിന്റെ അകത്താണ്. ഫിലിപ്പിയർ പറയുന്നു നമുക്ക് സ്വർഗീയ പൗരത്വം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. 3:20 നമുക്ക് പൗരത്വമുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു ഇത് രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട നിയമം. ഇനി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്ത് തന്നെ അതിന്റെ 8-ാം വാക്യത്തിൽ വിത്തിന്റെ ഉപമയെ പറ്റി കർത്താവ് താഴേക്ക് നമ്മൾ അത് അടുത്ത ദിവസം അതിലൂടെ കയറാൻ വേണ്ടി വരും. പക്ഷെ അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് നമ്മൾ കയറുക. ആമേൻ. ഇനി നോക്കിയേ, മറ്റു ചിലത് പാറമേൽ വീണു, മുളച്ചിട്ട് നനവില്ലാതെയാൽ ഉണങ്ങിപ്പോയി. ആമേൻ. ഇനി നിങ്ങൾ ചോദിക്കണേ, അതിന് മുമ്പ് ഒരു വാക്യം പറയുന്നു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചവിട്ടിപ്പോയി, ആകാശത്തിലെ പറവ വന്ന് തിന്നു കളഞ്ഞു. ഇനി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പറ്റി യേശു പറഞ്ഞു, ഉപമയുടെ പൊരുളോ വിത്ത്, ദൈവത്തിന്റെ വചനം. വഴികരികിൽ വീഴുന്നവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ചു രക്ഷിക്കപ്പെടാഞ്ഞാൽ, നോക്കിക്കേ, രക്ഷിക്കപ്പെടാഞ്ഞാൽ പിശാച് വന്നവർ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തു കളയുന്നു. ഞാൻ മിക്ക പ്രാർത്ഥനയിലും ഈ ആരാധന കഴിഞ്ഞ് വരുന്ന, ഭയങ്കര ആരാധിച്ചിറങ്ങി വരുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ നമ്മുടെ ഏത് വചനമാ ബ്രദർ പ്രസംഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമുക്കാലും ആൾക്കാരും പറയും, ഓ എന്നാ ആരാധനയായിരുന്നു അറിയാവോ, തീ കത്തുമായിരുന്നു പറയും, ഭയങ്കര ആരാധനയായിരുന്നു. ഏത് വചനം എടുത്തറിയോ? അയ്യോ അത് ഞാൻ മറന്നുപോയി. കണ്ടോ, ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വചനം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ പിശാച് വരുന്നു, വലിയ നഖവും മൂക്കും കണ്ണും വായും ഭയങ്കര ഭീകര രൂപമായിട്ട് വന്നിട്ട് നിങ്ങൾ അവിടെ ബൈബിൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് നിങ്ങളുടെ ഹൃദയം വലിച്ചു കീറി അകത്തിരിക്കുന്ന ബൈബിൾ വചനം മൊത്തം എടുത്തുകൊണ്ട് പോകുന്നതിന്റെ അർത്ഥം അല്ല. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആരാണെന്നറിയണം. വഴികരികിൽ വീണ വിത്തിനെ പറ്റി യേശു ഉപമ പറയുകയാണ്. അവർ വിശ്വസിക്കുന്നു, പക്ഷെ രക്ഷിക്കപ്പെടാതിരിപ്പാൻ തക്കവണ്ണം. ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര വിശ്വാസം. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവേ, അത്ഭുതം എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ പോരാ, എങ്ങനെ ചെയ്യുന്നു എന്ന് അറിയണം. എങ്ങനെ ചെയ്യുന്നു? അബ്രഹാം തന്റെ മകനെ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് പോകുന്ന വഴി മകൻ ചോദിച്ചു, അപ്പാ കാര്യമൊക്കെ ശരിയാണ്, തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ യാഗമൃഗം എവിടെ? അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കോളും. കണ്ടോ, അങ്ങനെയാണ് യഹോവ ഈരെ എന്നുള്ള പദം അവിടെ വരുന്നത്. ദൈവം കരുതിക്കോളും. അബ്രഹാമിന്റെ അകത്ത് അറിയാം. നമ്മുടെ അകത്തൊരു ഉറപ്പാണ് വചനം. ഇനി പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ വചനം പറഞ്ഞ് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട് മുള്ളുകളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. വചനത്താൽ നമ്മളെ ബിൽഡ് ചെയ്യണം. ഒരു ദിവസം നിങ്ങൾ 10 പ്രാവശ്യം വചനം പറഞ്ഞാൽ ആ പറയുന്ന 10 പ്രാവശ്യത്തെ വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസമായി മാറും. ഒന്നുകൂടെ പറയാം, 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എവിടം വരെ പോകും? 100 രൂപയുടെ പെട്രോൾ അടിച്ചു പോകുന്ന സ്ഥലം വരെ പോകും. അവിടെ കഴിയുമ്പോഴേക്കും വണ്ടി നിൽക്കും. നിങ്ങൾ കൊടുക്കുന്ന ഇന്ധനമാണ് നിങ്ങളുടെ വിശ്വാസ ജീവിതം. എത്രത്തോളം വചനം കൊടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഇന്ധനം വർദ്ധിക്കും. അപ്പൊ ബ്രദറെ, എനിക്ക് എത്രത്തോളം വളരാൻ പറ്റും? എത്രത്തോളം ഇന്ധനം കൊടുക്കുന്നു അത്രത്തോളം വളരും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ കോട്ടയം വഴിയൊക്കെ ചുമ്മാ നടക്കുന്ന ഒരാളായിരുന്നു. ചുമ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെ സുവിശേഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചെറിയ പ്രാർത്ഥനകളുമായിട്ടും കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയങ്ങളിലാണ് ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലെ ചില പദങ്ങൾ എന്നെ അങ്ങോട്ട് ഉടക്കി. ബൈബിൾ പറയുന്നു, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. കണ്ടോ, അടുത്ത വാക്യത്തിൽ പറഞ്ഞ് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഞാനിത് എല്ലാ ദിവസവും പറയാൻ തുടങ്ങി. ഞാൻ ലോക രാജ്യങ്ങളിൽ പോകും, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകും. ഞാൻ എൻ്റെ കഴിവിനാലല്ല പോകുന്നത്, പ്രാപ്തിയാലല്ല പോകുന്നത്, മിടുക്കിനാലല്ല പോകുന്നത്. കർത്താവിൻ്റെ വചനം അതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പം കോട്ടയത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മട്ടം കറങ്ങുന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല.
മാനുഷിക ബുദ്ധി പറഞ്ഞു ഇതൊന്നും നമ്മളെക്കുറിച്ചൊന്നുമല്ല, വേറെ ആരുടെ കുറിച്ചൊക്കെയാ. പക്ഷെ ഞാൻ നിർത്തിയില്ല. ആ വചനം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ എന്താണ് ഈ നിരന്തരം പറയുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണേ, വിശ്വാസം എന്ന് പറയുന്ന, നമുക്കറിയാം ഇന്ത്യൻ നിയമത്തിന്റെ അകത്ത് ഒരു പുസ്തകമുണ്ട് അല്ലേ? ഇന്ത്യൻ നിയമ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിന്റെ അകത്തുള്ള, നമ്മൾ പറഞ്ഞില്ലേ വിവരാവകാശ കമ്മീഷൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി നിയമത്തിന്റെ അകത്താണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമം ഒരു പുസ്തകത്തിന്റെ അകത്താണ് ആദ്യം എടുത്തിരിച്ചിരിക്കുന്നത് അല്ലെ? ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞ പോലെ അത് ആദ്യം വരുന്ന ഒരു പുസ്തകത്തിന്റെ അകത്താണ്. ഈ പുസ്തകത്തിന്റെ അകത്തു നിന്നും ഇത് മായ്ച്ചു മനസ്സിലാക്കി പ്രവൃത്തി തലത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അല്ലെ? എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഈ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെയാണ് അതിന്റെ തലത്തിലേക്ക് നമ്മൾ വരുന്നത്. അതായത് എഴുതപ്പെട്ടതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആമേൻ. അങ്ങനെ കുറേ സംവിധാനമുണ്ടല്ലേ, ലെജിസ്ലേഷൻ, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന, അങ്ങനെ കുറേ പദങ്ങൾ ഇതിനകത്തുണ്ട്. ഇതേപോലെ നിങ്ങൾ ഈ വചനത്തെ നിരന്തരം പറയുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് എന്തുണ്ടാകുന്നു? ഈ വചനങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് നിയമത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. അപ്പൊ ഇല്ലീഗലായിട്ടുള്ളതെല്ലാം തന്നെ പോവും. അതുകൊണ്ടാണ് പലരും പറയത്തില്ലേ, ബ്രദറെ, ആ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സൗഖ്യം നടന്നു, ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിടുതലുണ്ടായി. അതിന്റെ കാരണം ആ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞു. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ഈ നിയമങ്ങളെപ്പറ്റി ആഴമായി നമ്മൾ കേൾക്കും. നന്ദി യേശുവേ. എൻ്റെ കൂടെ ഇനിയിപ്പോൾ മനസ്സിലാക്കിയോ എങ്ങനെയാണ് രോഗസൗഖ്യം നടക്കുന്നത്? ഇല്ലീഗലായിട്ടിരിക്കുന്ന എല്ലാം രോഗങ്ങളാണ്. ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല കേട്ടോ. ഇതല്ല ദൈവരാജ്യം. ദൈവരാജ്യം ബൈബിളിൽ പറഞ്ഞു, സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. അപ്പൊ ഇതാണ് ഇതിന് വിരോധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിനൊക്കെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇന്ന് ആ ദൈവശക്തിയുടെ വ്യാപാരം ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടട്ടെ. നാളെ ദൈവത്തിന്റെ കൃപകൾ നമ്മൾ നോക്കട്ടെ. നമുക്ക് ചോദ്യോത്തരം പോലെ ഒരു സംവിധാനം നാളെ ചെയ്യുവാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. നാളത്തെ പ്രാർത്ഥനയായിട്ടല്ല, ഒരു ചോദ്യോത്തരം പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തിൽ കൈവച്ച് ഇനി ഇത് മനസ്സിലാക്കി, ഞാൻ സ്വർഗത്തിന്റെ പൗരനാണ് കേട്ടോ. പൗരന്റെ അവകാശം ആരോഗ്യമാണ്, രോഗമല്ല. അതുകൊണ്ടാണ് യേശു ഇത് നിയമമാണ്. ഞാൻ സൗഖ്യമാകുക എന്നത് നിയമമാണ്. കണ്ടോ? നിയമത്തിന്റെ അകത്ത് നിൽക്കുക. സൗഖ്യം ഒരു നിയമമാണ്, അത്ഭുതം ഒരു നിയമത്തിന്റെ അകത്താണ്, സമാധാനം നിയമമാണ്, ഉയർച്ച നിയമമാണ്. ദാരിദ്ര്യം ഇല്ലീഗലാണ്, നിയമത്തിന്റെ എതിരെ വരുന്നതാണ്. അതിന് നിയമം കൊണ്ടെന്ന് എതിർത്ത് പറ. യേശുവിന്റെ വചനമാകുന്ന പീനൽ കോഡ് എടുത്തിട്ട് പറ. ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളതുപോലെ തന്നെ നമുക്കൊരു നിയമ കർത്താവുണ്ട്, നമുക്കൊരു നിയമ പുസ്തകമുണ്ട്, അത് വചനമാണ്. യേശുവേ, അവിടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇല്ലീഗലായിട്ടുള്ള കയറിയിട്ടുള്ള എല്ലാം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. യേശുവെ, ദാരിദ്ര്യത്തിന്റെ ശാപങ്ങൾ വിട്ടുമാറട്ടെ, ആ രോഗശക്തികൾ വിട്ടുമാറട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ ആ കൈയെടുത്തു വെച്ച്, ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച്, എന്നിട്ട് രോഗശക്തിയോടെന്ന് പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ പുറത്താക്കുക. കർത്താവ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ രോഗത്തെയും രോഗശക്തികളെയും രോഗത്തിന്റെ ദുരാത്മാക്കളെയും ഞാൻ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞാൻ പുറത്താക്കുന്നപ്പ, ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞാനൊരു ചുവന്ന, അതായത് കട്ടി കളർ ചുമപ്പല്ല, ഒരു ലൈറ്റ് കളറിലെ ഈ ചുമപ്പ് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു നമ്മൾ ഈ കടും ചുമപ്പെന്നല്ല, ലൈറ്റ് ആയിട്ടുള്ള ഈ മെറൂൺ എന്നാണ് പറയുന്നത്, ചുമപ്പല്ലാത്തൊരു ഡാർക്ക്. നമ്മുടെ പണ്ടൊക്കെ ഈ നിലത്തൊക്കെ വെക്കുന്ന ഒരു കളറുണ്ടല്ലോ, ഈ എൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ സാധനത്തിൻ്റെ, അത്രയും ഒരു റെഡ് അല്ല, അത് വൈൻ റെഡ് എന്ന് വേണേൽ പറയാം, ലൈറ്റ് റെഡ് എന്ന് വേണേൽ പറയാം, കട്ടി കളറല്ല. അങ്ങനത്തെ ഒരു ബാഗ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ബാഗിൻ്റെ അകത്ത് എൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ പേപ്പറിൻ്റെ അകത്ത്, പേപ്പറിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുക. ആ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ബാഗ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ബാഗിൻ്റെ അകത്ത് ഞാൻ ആ ഒരു ബാഗിൻ്റെ
ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. ആ പത്ര പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞെന്തോ ഒരു സാധനം വെച്ചിരിക്കുന്ന ഈ കളറിലെ ഒരു ബാഗാണ്. സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് നന്മയായി തീരട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ഇന്ന് ആ കുടുംബത്തിന് മേൽ ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ ഒന്ന് സ്വീകരിച്ച് കർത്താവിന്റെ സാക്ഷ്യം ദൈവം തുറക്കാൻ വേണ്ടി പോയി. ചില വ്യക്തികളെ ദൈവം ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാ. നിങ്ങൾ ഈ ആലോചന സൂമിലാണ് ഇടപെടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റാവുള്ളേ. നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മെറൂൺ, ഈ മെറൂൺ അല്ല, കട്ടി റെഡ് അല്ല, അത് ഈ എന്താ പറയുന്ന ഒരു കളർ എങ്ങനെയാ പറയുന്നത് നിങ്ങളോട്, ഈ ഒരു നമ്മൾ ഈ പോളിഷ് ചെയ്യുമ്പോഴൊക്കെ വരുന്ന ഒരു നിലത്ത് പണ്ട് നമ്മൾ അടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു കളറാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് റെഡ് ഓക്സൈഡ്, അതിന്റെ ഒരു കളറാണ് കാണുന്നത്. ആ ഒരു ലൈറ്റ് കളറാണ് ഞാൻ കാണുന്നത്. റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ ഒരു ബായിക ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ ആ വ്യക്തി ഇന്ന് സൂമിലോ ലൈവിലോ വെക്കുന്നതിൽ ഏറ്റെടുത്തു. ദൈവം നിങ്ങളുടെ നിന്ദകളെ മാറ്റാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു ബ്രദറെ, ആ ബാഗ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അതിൽ ആധാറും പിന്നെ 2-3 ഇതും കൂടി പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അനിയൻ സൈമൺ എന്ന് പറയുന്നത് എന്റെ അനിയനാണ്, ഭർത്താവിന്റെ അനിയൻ. അതായത് ഒരു സൗന്ദര്യപ്പണക്കം വഴി ആ വ്യക്തി മുഖാന്തരം, അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. നിങ്ങൾക്ക് ആ വ്യക്തി മുഖാന്തരം, ഈ സൈമൺ മുഖാന്തരം, അതൊരു അടയാളമാണ് കർത്താവ് ഈ ഭാഗ്യം കാണിച്ചത്. സൈമൺ മുഖാന്തരം ദൈവം ഒരു നന്മ തുറക്കും. അപ്പൊ നിങ്ങളെ തമ്മിൽ കലഹിക്കാൻ നോക്കിക്കുന്നത് അവന്റെ ഒരു തന്ത്രമാണ്. ഈ ദിവസങ്ങളിൽ ആ വ്യക്തിയെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചോണേ. ആ വ്യക്തി നിങ്ങൾക്കും നിങ്ങൾ ആ വ്യക്തിക്കും ഒരു അനുഗ്രഹമാകാൻ വേണ്ടി പോകും കേട്ടോ. സൈമൺ അല്ലേ അതെ, ചേട്ടൻ മരിച്ച് കുറച്ചാള് കഴിഞ്ഞ സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ അവര് ഓരോരോ ആവശ്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു ഇത്തിരി സൗന്ദര്യപ്പിണക്കം പോലെയായി. ഞാൻ മകനോട് പറഞ്ഞു, പേപ്പനോട് വന്ന് എന്നെങ്ങനെ കുറച്ച് ഒച്ചിമ്പകളാക്കിയിട്ട് പോയി. അപ്പൊ അമ്മ ഒന്നും പറയണ്ട, ആള് തന്നെ വരും നമ്മുടെ അടുത്ത്. എനിക്ക് മനസ്സിനൊരു പ്രയാസം, പ്രാർത്ഥിക്കുമ്പോ അവരെയൊക്കെ ഓർക്കുമോ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അവർ പിണക്കം നമ്മൾ വെക്കണ്ട, ബ്ലെസ് ചെയ്തോണം. ആ വ്യക്തി മുഖാന്തരവും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ദൈവം ഒരു വലിയൊരു നന്മയാണ് കേട്ടോ. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയ്ക്കായിട്ട് ബന്ധപ്പെട്ടൊരു ഡോറാണത്. അത് കർത്താവ് തുറക്കും കേട്ടോ. നന്ദി യേശുവേ. കർത്താവ് എത്ര വിശ്വസ്തൻ. ദൈവം എന്തെല്ലാം കാണുന്നു. എനിക്ക് ആ കളർ പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ആ ബാഗ്. അപ്പൊ തന്നെ കർത്താവിനുള്ളത് പറഞ്ഞു, സൈമൺ ഒരു അനുഗ്രഹമാക്കി തമ്പുരാൻ ആ കുടുംബത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ നിമിഷം ഒന്ന് കൈവച്ച്, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊന്ന് ചെക്ക് ചെയ്യണവേ, മറക്കരുതേ. സൗഖ്യം നിങ്ങൾക്ക് നിയമമാണ്. സൗഖ്യം അയ്യോ കിട്ടിയാൽ കൊള്ളാന്നുള്ളതല്ല, നിയമമാണ്. ആരോഗ്യം നിയമത്തിന്റെ അകത്ത് കിടക്കുക, വിശ്വാസത്തിന്റെ നിയമം. ഇത് നടപ്പിലാക്കേണ്ടത് ആരാന്നറിയാവോ? ഇന്ന് സിറ്റിസൺഷിപ്പ് ലഭിച്ചവരാ, പൗരത്വം ലഭിച്ച നിങ്ങൾ ഉറക്കപ്പറ, ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ. രോഗം എൻ്റെ അവകാശമല്ല, തലമുറകളുടെ ഉയർച്ച എൻ്റെ അവകാശമാണ്. ഇത് നിയമമാണ്. നന്മ എൻ്റെ എൻ്റെ നിയമമാണിത്. ഓ യേശുവേ, താങ്ക് യു ജീസസ്. ആ രോഗശക്തികൾ വിട്ടുമാറുന്നു. ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ ഒക്കെ ആ ഭാഗങ്ങളിൽ ഭയങ്കരമായ വലിച്ചിലും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവര് സൗഖ്യമാകുക. കാലിന്റെ പത്തിയിൽ ഞാൻ ഇങ്ങനെ വല്ലാത്ത പെയിൻ പോലെ, നമ്മൾ ഈ ആണി പോലത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് സൗഖ്യമോ കൈയെടുത്ത് വെച്ചു. കാൽ പത്തിക്കകത്ത് പലപ്പോഴും വേദനകൾ, ഉള്ളിങ്ങനെ കൊള്ളുന്നത് പോലെ വേദനകൾ കൈയെടുത്ത് വെച്ചു. യേശുവിന്റെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഓ ജീസസ്. എൻ്റെ ഉള്ളത് കർത്താവ് പറഞ്ഞു, ഈ സുലോചന എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആ സുലോചനയുമായിട്ട് കണക്ട് ചെയ്ത് ഈ സുലോചന പോയിട്ട്
ഗീത എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന കാഴ്ച ഞാൻ കാണുവാണ്. ഈ സുലോചനയും ഗീത എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. സുലോചനയുമായിട്ട് ബന്ധപ്പെട്ട് ഗീത എന്ന് പറയുന്ന ആളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗീതയുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ ഈ ഗീതയ്ക്ക് ഒരു ആൺ തലമുറയുള്ളതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് സ്വർഗം വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. സുലോചന എന്ന് പറയുന്നത് എന്റെ അമ്മേന്റെ അനിയത്തിയാണ്. ഗീത എന്ന് പറയുന്നത് എന്റെ ചേച്ചിയാണ്. ചേച്ചിക്ക് മോനുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവം ചില കാര്യങ്ങളെ ഒരുക്കാൻ വേണ്ടി പോവാണേ. ദൈവത്തിന്റെ വലിയ സമാധാനത്തെ കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിന്റെ അകത്ത് വേദനയ്ക്കകത്ത് കൈവച്ച അവരൊന്ന് ശ്രദ്ധിച്ച്, നിങ്ങളത് വെറുതെ കളയല്ലേ. നിങ്ങളുടെ സൗഖ്യത്തെ ഒന്ന് സ്വീകരിച്ച്, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം കൊടുത്ത് നിയമം സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ത്യൻ നിയമത്തിൽ ജീവിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ, ഇന്ത്യൻ നിയമത്തിൻ്റെ അകത്തിരിക്കുന്നവർക്ക് അവർക്ക് വേദന ഉണ്ടാകുമ്പോൾ നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമമുണ്ട്. വിശ്വാസത്തിന്റെ നിയമമാണ് എടുത്തുപയോഗിച്ച് ഇപ്പോൾ യേശുവെ ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത്ഭുത സൗഖ്യത്തിന് നന്ദി, അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഞാനിന്ന് വേഗത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് പെട്ടെന്ന് നിർത്തുന്നു. നമുക്കൊരു പ്രെയർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. നാളെ നമുക്ക് ചോദ്യോത്തര വേളയാണ് ഉള്ളത്. അതിനായിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണെ, അനാവശ്യ ചോദ്യങ്ങളായിട്ടൊന്നും വന്നേക്കല്ലേ. അനാവശ്യ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ലൈവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു മതത്തെ മുറിവേൽപ്പിക്കുന്നതോ മറ്റൊരു വ്യക്തിക്ക് മുറിവേൽക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബൈബിളിൻ്റെ അകത്തൊന്നും ദൈവകൃപയാൽ എനിക്ക് ആത്മാവിൽ ദൈവം തരുന്നത് നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റുന്നതാണ് പറയും. ഇല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ മറുപടി പ്രാർത്ഥിച്ചിട്ട് തരുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെ ചോദിക്കാം. ഒരു സഭയോ ഒരു വ്യക്തിയോ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ചോദ്യം ചോദിക്കരുത്, വാചനപ്രകാരം ചോദിക്കണേ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനിപ്പോൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് വേദനകൾ വിട്ടുമാറുന്നവരൊന്ന് ചെക്ക് ചെയ്ത് കൈയെടുത്ത് വെച്ച്, യേശുവിൻ്റെ അടിപ്പിണരാൽ ഇന്നെനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം എൻ്റെ അവകാശമാണ്. ദൈവത്തിൻ്റെ അത്ഭുതം എനിക്ക് അവകാശമാണ്. ഓ യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മോനിച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ മോനിച്ചന്റെ ഭവനത്തിൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, 12 വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ പിശാചിന്റെ പ്രവർത്തികൾ ഇപ്പോൾ തന്നെ കുടുംബം വിട്ട് അഴിഞ്ഞു മാറുന്നു എന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? പറയാൻ വേണ്ടിയാണോ? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. ആ കുടുംബം എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോനിച്ചന്റെ അനീഷ് എന്ന പേരുള്ള ഒരു വ്യക്തി ആ കുടുംബത്തിലുണ്ട്. മോനിച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനമായിട്ടാണ് ഞാൻ കാണുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ പിശാചിന്റെ പ്ലാനുകൾ ക്യാൻസൽ ആകുന്നു. ദൈവത്തിന്റെ അത്ഭുതം തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറക്കുന്നപ്പ എൻ്റെ കർത്താവേ, ഇത് അത്ഭുതത്തിന്റെ സമയം ആണല്ലോ, ദൈവപ്രവൃത്തിയുടെ സമയം ആണല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം. ഈ സമയത്ത് മിറക്കിൾ മണി തുറക്കട്ടെ അപ്പ. സാമ്പത്തിക കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവര് ഈ ദിവസങ്ങളിൽ ഒന്ന് വിളിച്ചു പറ യേശുവിന്. പറഞ്ഞു. ഞാൻ മോനിച്ചൻ പറഞ്ഞത് എന്റെ ഹസ്ബൻഡിന്റെ കസിൻ ബ്രദർ ആണ്. അവരുടെ കസിൻ ബ്രദറിന്റെ സിസ്റ്ററിന്റെ മോനാണ് അനീഷ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോട്ടോ. ആ കുടുംബത്തിൽ 12 വർഷമായി കയറിക്കൂടിയ ഒരു മരണം പോലും നടത്തി. ആ കുടുംബത്തിൽ പെട്ടെന്നുണ്ടായ ഒരു മരണം, അതുപോലും ഈ പൈശാചിക ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ്. യേശുവിന്റെ നാമത്തിൽ ദൈവ ദിവസം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിച്ചു. ഈ ദിവസം യേശു ക്രിസ്തുവിൽ ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ ദൈവം വളർത്തുന്ന ദൈവമാണ്. ദൈവം അതിരുകളെ വിസ്താരമാക്കുമെന്ന് പറയണം കേട്ടോ. ഓ യേശുവേ, നന്ദി കർത്താവേ. ഞാൻ ഈ റാന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്നത് ഈ വീടിന്റെ പുറകു വശത്തായിട്ടൊരു ഇങ്ങനെ ആ വീടിന്റെ തന്നെ
ഹൈറ്റിൽ, അതായത് വീടിന്റെ ബാക്ക് വശത്തിന്റെ ജനലുകൾക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ഭിത്തി, അതായത് മൺഭിത്തിയാണ് പുറകോട്ട് ഇങ്ങനെ നിൽക്കുന്നു. റാന്നി എന്ന് പറയുന്ന സ്ഥലത്തൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്ഥലത്തിന്റെ മേൽ ആ പേര് ഞാൻ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ ഭവനത്തെ നശിപ്പിക്കുവാൻ നോക്കുന്ന സകല പിശാചിന്റെ നുകങ്ങളും ഇപ്പോൾ തകരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ ഭവനം ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ആ ഭവനത്തിന്റെ അകത്തിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ആ ഭവനം വിട്ട് ഇറങ്ങിപ്പോയാൽ മതിയെന്ന്, ഇവിടം വിട്ട് പോയാൽ മതിയെന്ന് പോലും ചിന്തിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുവാൻ നോക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. നന്മയാകട്ടെ, നന്മയാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൃപ. ഇതാരെ ഈ സമയത്ത് ഈ കഥ പറഞ്ഞുകൊണ്ട് വരുന്നേ? നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നവര് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം നിങ്ങൾ സൂമിൽ പങ്കുചേരുക. ഒരു പ്രവചനാലോചനയോ ദൈവപ്രവൃത്തിയോ വചനമോ ഒക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ വരാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണ്ട ബ്രദർ എനിക്ക് ഭയങ്കര തിരക്കാണ്, അങ്ങനെയുള്ളവർ കഴിവതും നിങ്ങൾ യൂട്യൂബിൽ തന്നെ കാണുക. പിന്നീട് എപ്പോൾ വേണേലും കണ്ടാൽ മതി, നിർബന്ധമില്ല. ആഗ്രഹത്തോടെ വരുന്നവർക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ നമുക്കൊരു മനസ്സുള്ളൂ കേട്ടോ. നന്ദി യേശുവേ. കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഈ സമയത്ത് ആ വേദനകൾ വിട്ടുമാറുന്നവര്, ആ രോഗങ്ങൾ വിട്ടുമാറുന്നവര് ഒന്ന് ചെക്ക് ചെയ്തേ. ശരീരത്തിന്റെ മേലെ എനിക്കൊരു സൗഖ്യം ഉണ്ടായെന്ന് ഉറപ്പുള്ളവര് ഒന്ന് ചെക്ക് ചെയ്തേ. ആരെങ്കിലും ഇന്ന് ആ സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ആ വേദന വിട്ടുമാറി എന്ന് ഉള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. യേശുവിന്റെ പറഞ്ഞു സിസ്റ്ററെ. എന്റെ ഈ കാലിന്റെ പത്തിയുടെ ഈ തള്ളവരലിന്റെ ഈ ഞരമ്പിന് ഒരു 2-3 മാസമായി നല്ല എനിക്ക് നടക്കാനൊക്കത്തില്ലായിരുന്നു. നടക്കുമ്പോഴെല്ലാം ഭയങ്കര വേദനയുള്ളവരെ, പക്ഷെ കാലും വിരലും മടക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു ഇവരെ. ഇപ്പൊ ഞാൻ ഒത്തിരി നേരം കൊണ്ട് ഇങ്ങനെ മടക്കി നൂത്തും ഒക്കെ നോക്കി ഇവരുടെ പൂർണ്ണ സൗഖ്യമാക്കി ഇവരുടെ ദൈവം. നന്ദി യേശു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല ബ്രദറെ. ഞാൻ ഇങ്ങനെ മടക്കി നൂത്തും ഒക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. നന്ദി യേശു. ഞരമ്പിന്റെ പ്രശ്നമായിരുന്നു സിസ്റ്റർ ഏത്? അത് ഞാൻ ഇങ്ങനെ നല്ല സൗണ്ട് ഒന്നും കേൾക്കത്തില്ല ബ്രദറെ. ടെലിഗ്രാമിന്റെ സൗണ്ട് ആയിരുന്നു തോന്നുന്നുണ്ടേ. അത് ഞരമ്പിന്റെ ആയിരുന്നു തോന്നുന്നു ബ്രദറെ. ഭയങ്കര വേദന, എനിക്ക് നടക്കാനൊക്കത്തില്ലായിരുന്നു. ഒരു കാല് കൊണ്ട് തൊടാനൊക്കത്തില്ല. അത് ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ. പക്ഷെ ഇപ്പം പൂർണ്ണ സൗഖ്യമായി ബ്രദറെ. നന്ദി കർത്താവേ. അത്ഭുത സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ. ഒരു നിമിഷം അടുത്തൊരു സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. എന്നിട്ട് അതിനുശേഷം നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. ഞാൻ ഇന്ന് കുറച്ച് സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ സമയമുള്ളൂ. എന്തായാലും നിങ്ങൾ പറയണം. ഒരു സാക്ഷ്യം നമ്മുടെ നാളെ നമുക്ക് ഒത്തിരി സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. ഒരു നിമിഷം ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് യൂറോപ്യൻ മിഷനുണ്ട്. UK-യിൽ പ്രാർത്ഥന നടക്കുന്നു. പലയിടങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. വിതയ്ക്കുവാൻ ഹൃദയത്തിൽ തോന്നുന്നവർക്ക് വിതയ്ക്കാം. കർത്താവിന്റെ നാമത്തിൽ ഒരു മിഷൻ ട്രിപ്പാണത്. പല പട്ടണത്തിൽ പല ഏരിയകളിൽ പ്രത്യേകിച്ച് വിശ്വാസാൽ കൽപ്പിക്കുകയാണ്. യൂറോപ്പ് കവർ ചെയ്യുവാൻ ദൈവാത്മാവ് സഹായിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവിന് വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നമ്മുടെ കാശ് വേണ്ട, ദൈവരാജ്യത്തിൽ കൊടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്നുള്ള ഓഹരിയാണ് വിത. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധന ഉണ്ടാകട്ടെ. കർത്താവെ, അവർ ദശാംശങ്ങളായിക്കോട്ടെ, അവർ മനഃപൂർവ്വമായി വിതയ്ക്കുന്ന ദാനങ്ങളായിക്കോട്ടെ. ഇനി ഒരിക്കലും ഒരു സാമ്പത്തിക ഞെരുക്കും അവരുടെ മേൽ കയറത്തില്ല. ഒരു ഞെരുക്കത്തിനും അവരുടെ മേൽ അവകാശമില്ല. ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യമുള്ളവര് വേഗത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. ചുരുക്കം വാക്കുകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതായിരുന്നു കൈവേദനയുടെ സാക്ഷ്യം. അപ്പൊ പൂർണ്ണമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുകയും ഒരു ചെറിയ കട്ടിലുണ്ടായിരുന്നു, അത് ഞാനും മോനും കൂടെ എടുത്ത് മുകളിലൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാനത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി. എനിക്ക് മുട്ടിന്റെ അവിടെ ആയിരുന്നു ഭയങ്കര വേദനയായിട്ട് ഇന്നലെ തോന്നിയത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു രോഗത്തിന് എന്റെ മേൽ അവകാശമില്ല എന്നൊക്കെ ഇതിൽ പറഞ്ഞു തന്നതുപോലെ. അപ്പം പൂർണ്ണമായ ഒരു വിടുതൽ എനിക്ക് ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക്.
വേദനയില്ല. ഓ യേശുവെ അങ്ങ് സൗഖ്യമാക്കും. സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, അത് പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നെന്ന്. ആ വേദന പൂർണ്ണമായിട്ട് മാറി. കട്ടിലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കി, ഒരു വേദന ഇപ്പൊ അവിടെ ഇല്ല. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആ പറഞ്ഞു ആ പറഞ്ഞു ഞാനൊരു വിഷയം പാസ്റ്ററെ. പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാന് പറഞ്ഞു. പിന്നെ ഇന്നലത്തെ മീറ്റിംഗിൽ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ എന്റെ മോളുടെ വീട്ടിൽ പോയി പറഞ്ഞു. ഇന്ന് തിരിച്ചു വരുമ്പോ ഞാൻ ബസ്സിൽ ഇരുന്നിട്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ കേൾക്കുന്ന ബസ്സിൽ ഇങ്ങനെ വരുമ്പോ ഇന്നലെ പാസ്റ്ററിനെ പറയുന്നുണ്ട്, ഈ എളിക്ക് വേദനയുള്ളവര് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. എനിക്ക് കുറെ നാളുകളായിട്ട് ഈ ഞരമ്പ് എല്ലിന് തട്ടിയിട്ടോ അങ്ങനെ ഒരു വേദനയായിരുന്നു. ഭയങ്കര വേദന, സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പറിച്ചിങ്ങനെ പഴുത്തിരിക്കുന്ന പോലത്തെ വേദനയായിരുന്നു ഇവിടെ എനിക്ക്. കുറെ മാസങ്ങളായി എനിക്ക് വേദന തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ആ ബസ്സിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ഇതുവരെ ആ വേദന ഉണ്ടായിട്ടില്ല പാസ്റ്റർ. ഓ യേശു, ഇത് വലിയൊരു അത്ഭുതമാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ സൂമിൽ ഇല്ലായിരുന്നു പ്രാർത്ഥന, പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിലിരുന്നാണ് കേട്ടത്. ആ ഭയങ്കര വേദന പറഞ്ഞ ഞരമ്പ്, അത് അസ്ഥിയായിട്ട് എങ്ങനെ പറഞ്ഞത് കേട്ടില്ല ഞാൻ. ഞരമ്പ് എളിക്ക് വേദന, എളീന്റെ അവിടെ വേദനയുള്ള ഇത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ സിസ്റ്റർക്ക് എന്തായിരുന്നു കുഴപ്പം, എന്തായിരുന്നു പറഞ്ഞത് ഡോക്ടർ? ഞരമ്പിന്റെ ഈ ഇടതുവശത്ത് ഈ എളീന്റെ അവിടെ എല്ലിന്റെ മുകളിൽ ഞരമ്പ് തട്ടുവന്ന് അങ്ങനെ തട്ടിയിട്ട് അങ്ങനെ വേദനയായിരുന്നു. എന്റെ യേശു, നിങ്ങൾ കേട്ടോ, കുറെ മാസങ്ങളായി തുടങ്ങിയിട്ട്. ഡോക്ടർ പറഞ്ഞതാണല്ലേ ആ കാര്യം. ഞരമ്പ് കൈവച്ചിങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ കേട്ടെ. ആമേൻ. സിസ്റ്റർ ആ സമയത്ത് ബസ്സിൽ ഇരുന്നുകൊണ്ട് ആ രോഗസൗഖ്യ പ്രാർത്ഥന കൈ അങ്ങോട്ട് വെച്ചു, അവിടെ ഇരുന്ന് കൈവച്ചു. ഇപ്പൊ ഈ നിമിഷം വരെ ആ വേദന ഇല്ല. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വേദന ഇപ്പൊ ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എന്നോട് ഒരു അംബിക എന്ന് പറഞ്ഞ സിസ്റ്റർ ഇതിൽ കൂടുന്നുണ്ട്. ആ കൂടുന്ന സിസ്റ്റർ എന്നെ വിളിച്ചിനെ പറഞ്ഞു, നല്ലൊരു വലിയൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇന്നലെ. ഒരു സിസ്റ്റർക്ക് അന്യഭാഷയിൽ ഇങ്ങനെ ആരാധിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് സുഖമില്ലാത്തായിരുന്നു. അപ്പൊ അത് രോഗസൗഖ്യവും കിട്ടി. ആ പാസ്റ്ററിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അന്യഭാഷയിൽ ആ സിസ്റ്ററിനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയപ്പോ തന്നെ അവിടെ ഇത് കേട്ടോണ്ട് ഞാൻ പോരുമായിരുന്നു. ഓ യേശുവേ, അങ്ങ് കൊടുത്തു. വീട്ടിലെത്താനായിട്ട്. ഇപ്പൊ സിസ്റ്റർക്ക് ഒരു വേദനയില്ല, പൂർണ്ണ സൗഖ്യമായി. ആ വേദന ഇല്ല. അതെ. ഓ എന്റെ യേശു, വലിയ അത്ഭുതം കണ്ടു. നിങ്ങൾ കേട്ട ഞരമ്പിൽ അതൊക്കെ സർജറി ചെയ്യാൻ ചിലപ്പോൾ ആകുന്നതായിരിക്കാം, ഡോക്ടർ തന്നെ പറഞ്ഞ കേസാണിത്. പക്ഷെ യേശുവിന് നിമിഷ നേരം വേണം. ഞാൻ പറഞ്ഞില്ല, ദൈവരാജ്യത്തിന്റെ പൗരന്മാരാ നിങ്ങൾ നിയമപ്രകാരമാണ് യേശുവിന്റെ നാമം പറയുന്നത്. നിങ്ങൾക്ക് അവിടെ നടക്കും. ഇല്ലീഗലായി വന്ന രോഗങ്ങൾ മാറിയിരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഈ സാക്ഷ്യം നേരിട്ട് നമുക്ക് വരുമ്പോ കാണുമ്പോ പറയണം കേട്ടോ, മറക്കരുതേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. എവിടുന്നാ, നാട്ടിൽ എവിടെയാ? തൃശ്ശൂരോ? ഞാൻ കോതമംഗലത്തായിരുന്നു. ഇപ്പൊ ഞാൻ കോതമംഗലം എവിടെയാ? വയനാട്ടിലാണ്. വയനാട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. കോട്ടയത്തോ തൊടുപുഴയിലോ ഒക്കെ വെച്ച് നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ഹലോ ബ്രദറെ, പറഞ്ഞു പറയട്ടെ. ധൈര്യം. വലിയൊരു അത്ഭുതം ഉണ്ടായി. എന്റെ കാലിന് പാദത്തിൽ ഭയങ്കര വേദനയായിരുന്നു. ഒരു 6 മാസമായിട്ട് അത് വേദനയായിരുന്നു. കാല് കുത്താൻ, ചില സമയത്ത് കാല് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ആ ഭാഗത്ത് കൈ വെച്ച് പ്രാർത്ഥിച്ച ആ വേദന എനിക്ക് മാറിയിരുന്നു. ഓ യേശുവേ, കാല് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു അല്ലേ? ആ വേദന ഉണ്ടാകുമ്പോ ഭയങ്കര ഇറിറ്റേഷനും വേദനയായിരുന്നു. ഓ എന്റെ യേശു. ഇപ്പൊ സിസ്റ്റർ ചെക്ക് ചെയ്തോ വേദന? അവിടെ ചെക്ക് ചെയ്തോ? ഇല്ല, ഒട്ടുമില്ല. ഓ എന്റെ യേശുവെ, അങ്ങ് സൗഖ്യമാക്കിയ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇതെല്ലാം നേരി കാണുമ്പോൾ വന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ട് അനേക രോഗികൾ ചാടി എണീക്കണം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യം അനുഭവിക്കുന്നവരുണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്ക് ഒരു സാക്ഷ്യം പറയും. പറഞ്ഞു. ഒരാൾ പറയുമ്പോൾ മറ്റുള്ള മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ദിവസം, വെള്ളിയാഴ്ച എൻ്റെ ഒരു കസിൻ നിർമ്മല എന്ന് പറഞ്ഞ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അവരുടെ കയ്യിൽ നിന്ന് കത്തി പാല വീണിട്ട് നേരെ ഒരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവര് ചെന്ന് TT എടുത്തപ്പം TT സ്പ്രെഡ്, അതായത് മരുന്ന് കയറിയില്ല, അത് അവിടെ കട്ടയായി കിടന്നു. അത് 3-4 ദിവസം കഴിഞ്ഞപ്പോ കാല് മുഴുവൻ പഴുത്ത് അവര് പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാ പറഞ്ഞ, കിഡ്നിക്ക് 2നും കയറി പിടിച്ചു. അതുകൊണ്ട് എന്നിട്ടാണ് ഇത് ചെയ്യണമെന്ന്, കിഡ്നി ഡയാലിസിസ് ചെയ്യണം. അങ്ങനെ അവരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ വിട്ടു. അവരവിടുന്ന് നേരെ ലൂർദി വന്നു. ആ സമയത്താണ് തലേ ദിവസം എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കസിൻ വിളിച്ച് പറഞ്ഞു.
യേശു ഭയങ്കര അത്ഭുതം ചെയ്തു. ആ ഡയാലിസിസ് വേണ്ടി വന്നില്ല. അവരുടെ പഴുപ്പ്, കാലിലുണ്ടായിരുന്ന പഴുപ്പ് എടുത്തു കളഞ്ഞു. ക്രിയാറ്റിൻ കുറവായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ പിന്നെ ക്രിയാറ്റിൻ ലെവല് നേരെയായി. കർത്താവ് ഭയങ്കര അത്ഭുതം ചെയ്ത് അവരെ നിർത്തി. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ബ്രദറിന്റെ സൂം മീറ്റിംഗിൽ ഒന്ന് കയറുന്നു പറഞ്ഞാൽ ലിങ്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവരാ ലിങ്കിൽ കയറാൻ തുടങ്ങി. ഇന്നിപ്പോ 2-3 ദിവസമായിട്ട് ലിങ്കിൽ കയറുന്നുണ്ട്. പിന്നത്തെ രണ്ടാമത്തെ അത്ഭുതം, തിങ്കളാഴ്ച ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ഇച്ചിരി മോരെടുത്ത് കുടിച്ചു. അതിനകത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ മുളകിന്റെ ഞെട്ടാട്ട ഉണ്ടായിരുന്നു. അതിങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി കിടന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. അത് കാർപ്പിച്ച് എന്തൊക്കെയോ ചെയ്ത് പുറത്തു പോയി. പക്ഷെ ഭയങ്കര വേദനയായിരുന്നു. തിങ്കളാഴ്ച രാത്രി ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ രാത്രി ഒന്നും എനിക്ക് കുറവ് തോന്നിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ വലിയ 2 അത്ഭുതം കർത്താവ് ചെയ്തു. ആമേൻ. കേട്ടോ ബ്രദറെ? നന്ദി കർത്താവെ, അങ്ങ് പ്രവർത്തിച്ച വലിയ അത്ഭുതമാണ്. നിങ്ങൾ കേട്ടായിരുന്നല്ലോ, ആ വ്യക്തി ഡോക്ടർ പറഞ്ഞതാണ് ഡയാലിസിസ് വേണം. അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗിയാണ്. സഹോദരങ്ങൾ പ്രാർത്ഥിച്ചു, യേശു അത്ഭുതം ചെയ്തു. ഡയാലിസിസ് ഇല്ലാതെ ആ ക്രിയാറ്റിന്റെ അളവ് പ്രാർത്ഥിച്ചതിന് ശേഷം നോർമലായി. ദൈവത്തിന്റെ അത്ഭുതം, മരണത്തിൽ നിന്നാണ് വ്യക്തി വിടുവിക്കപ്പെട്ടത്. സഹോദരി പറഞ്ഞത് തന്നെ സഹോദരിക്കുണ്ടായ സൗഖ്യം. ഇതിന് അനേകർക്ക് വേണ്ടി നിങ്ങൾ ഓടി നടന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൺമുമ്പിലൂടെ എല്ലാവരും ഞാൻ പറയുകയാണെ, യേശുവിന്റെ നാമത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഇപ്പോൾ പഠിച്ചിരിക്കുന്നു. നിങ്ങൾ രോഗികളെ കാണുമ്പോൾ കൈവച്ചോണം, പറയണം, യേശുവിന്റെ നാമത്തിന് എനിക്ക് അധികാരമുണ്ട്, കർത്താവ് എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇനിയും ഇനിയും അത്ഭുതം ചെയ്യും സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ. പറഞ്ഞു പറഞ്ഞു. എന്തോ പറഞ്ഞു? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബ്രദർ, എന്റെ മോള് ദുബായിലായിരുന്നു. 6 മാസം ബിസിനസ്സിലേക്ക് പോയതാ. ഫസ്റ്റ് ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചു, അജിത സിസ്റ്ററും വർദ്ധിസാറും പ്രാർത്ഥിച്ചു, ജോലി ആയതാണ്. പക്ഷേ കമ്പനി പ്രോബ്ലം കാരണം അത് വേണ്ടെന്ന് വെച്ചു. നെക്സ്റ്റ് ഇപ്പം ഈ തിങ്കളാഴ്ച ജോയിൻ ചെയ്യുകയാണ്. അജിത സിസ്റ്ററും വർഗീസ് ബ്രദറും പ്രാർത്ഥിച്ചു. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു. നന്ദി കർത്താവ്, അങ്ങ് കൊടുത്ത വിടുതലിന് നന്ദി പറയുന്നു. ആ മകളുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങനെ പ്രവർത്തിക്കാതെ ദൈവമക്കളെ അങ്ങ് ഉപയോഗിച്ചല്ലോ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്റെ അനുജത്തിന്റെ, ഞങ്ങൾ ഹിന്ദു മതത്തിലുള്ളവരാണ്. പിന്നെ ഞാൻ മാത്രമേ സ്ഥാനപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അനുജത്ത് 2 ആള്, അവര് 2 മക്കൾ, അവരെല്ലാം വിശ്വാസത്തില പ്രാർത്ഥിക്കും. അപ്പോ അനുജത്തിന്റെ മകന്റെ ഭാര്യക്ക് അവർക്കറിയില്ല, മകനും മകന്റെ ഭാര്യക്കും നമ്മളെ പേരന്റ് ഒന്നും അറിയില്ല. അപ്പൊ മകന്റെ ഭാര്യക്ക് ഒരു യൂട്രസ് സംബന്ധമായിട്ട് ഒരു പ്രശ്നം വന്നു. യൂട്രസ് 35-36 വയസ്സേ ഉള്ളൂ. പക്ഷെ അത് ഇറങ്ങി വന്നിട്ട് കോംപ്ലിക്കേഷൻ ആണ്. അപ്പോ ഡോക്ടറെ കാണിച്ച ഡോക്ടർ പറഞ്ഞു അത് ഇത് ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ബ്രസ്റ്റിന്റെ ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ച്. അപ്പോൾ അവര് അഞ്ചത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നമ്മള് അവര് അന്ന് ടെസ്റ്റിന് തലശ്ശേരി കോടിയേരി ക്യാൻസർ സെന്ററിൽ പോയി. അവിടെ നിന്ന് അന്ന് ടെസ്റ്റ് ചെയ്തില്ല. അപ്പോ പിന്നെ ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ബുക്കിംഗ് കിട്ടിയത്. അപ്പൊ ആ 7 ദിവസം ഞങ്ങള് 3-4 ആള്, ഞാനും അനുജത്തി, അവരെ മക്കളും വേറെ അനുജത്തിയുണ്ട്, അവളും വിശ്വാസത്തിൽ വന്നതാണ്. രാത്രി 11 മണിക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും ആ ടൈമിൽ ഞാൻ പറയുന്ന സമയത്ത് അവിടെ ഇരിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നന്നായിട്ട് ഈ വിഷയം മാത്രം 11 മണിക്ക് ഞങ്ങൾ ഒരേ സമയത്ത് ഇരുന്നിട്ട് നന്നായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഇവര് ടെസ്റ്റിന് ഇപ്പൊ സെപ്റ്റംബർ 2-ാം തീയതി ടെസ്റ്റിന് പോയപ്പോഴേ എന്താ അവിടെ നടന്നെന്ന് അറിയാം. എനിക്കറിയാം കർത്താവോട് പ്രവർത്തിച്ചു എന്നറിയാം. മറ്റുള്ളവർക്കൊന്നും എന്താ അതിശയം നടന്നെന്ന് അറിയില്ല. അവര് പറയുന്നത് ഈ ടെസ്റ്റ് അതിലടക്ക് അവര് അവിടെ ബുക്ക് ചെയ്തതാണ്. ഇതെല്ലാം നോക്കിയിട്ട് ഇതിന്റെ ഡോക്ടറുടെ എഴുതി കൊടുത്തെല്ലാം നോക്കിയിട്ട് അവരവിടെ ബുക്ക് ചെയ്ത് വെച്ചാൽ അവർ അന്ന് പോയിട്ട് പറയുന്നു ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, 40 വയസ്സിന് ചോടയിലുള്ളൂ, അത് ചെയ്യാൻ പാടില്ല, അത് ഡോക്ടറെ എഴുതി തന്നെ, അത് അവർക്ക് കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് അത് പാടില്ലാത്തതാണ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചയച്ചു. അപ്പൊ അതിൽ ചെറിയൊരു 1-2 മൈനർ ടെസ്റ്റ് ഞങ്ങൾ കണ്ണൂരിൽ തന്നെ അവിടെ നിന്ന് ചെയ്താൽ മതി, വേറെ എടുത്താൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് അവർ പറയുന്നില്ല എന്താ സംഭവം എന്ന് നമുക്ക് ആർക്കും അറിയുന്നില്ല. അപ്പൊ ഇതെല്ലാരും ഭയങ്കര പേടിച്ചതാ. കാരണം ക്യാൻസർ പോയി തന്നെ അവിടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവര് ബ്രസ്റ്റിന്റെ ഭാഗത്തും ടെസ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ മിന്നാന്ന് കൊണ്ടുപോയിട്ട് കണ്ണൂരിൽ നിന്ന് അവർ ചെറിയ വേറെ 1-2 ടെസ്റ്റ് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് അതിലൊരു പ്രശ്നമില്ല.
അപ്പോ ഈ മറ്റേ ടെസ്റ്റിന്റെ ഒരു ആവശ്യം പിന്നെ വന്നിട്ടില്ല. എന്താ അവിടെ മിറാക്കിൾ എന്തോ നടന്നു, അവർക്കും അറിയില്ല. ഡോക്ടർ നല്ല ഇതുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിരുന്നു. അവര് എഴുതി കൊടുക്കുമ്പോൾ അവര് അറിവ് വെച്ച് എഴുതി കൊടുക്കുമ്പോൾ തന്നെ ആ ടെസ്റ്റ് അവരവിടെ വാങ്ങി അവരെന്നിട്ട് അവിടുന്ന് പിന്നെ ഇത് വാങ്ങി വെച്ചു, ഡേറ്റ് കൊടുത്തു. ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ ഇത് ചെല്ലാൻ വേണ്ടി 15 ദിവസം ഇവര് പോയാലാ പറയുന്നത് ഈ ടെസ്റ്റ് പിന്നെ ചെയ്യാൻ പാടില്ല, അവര് പിന്നെ 40 വയസ്സിന് താഴെയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു മിറാക്കിൾ നടന്നു. കാരണം 7 ദിവസം ഞങ്ങൾ അത്രയും കാരണം പേടിച്ചിന്. പിന്നെ അതിനു മുമ്പ് എന്ന് പറഞ്ഞാല് പിന്നെ ഈ കുട്ടീന്റെ ഭർത്താവ് അനിയത്തിന്റെ മകന് ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭർത്താവ് അത് ഈ സമയത്ത് സാക്ഷ്യം പറയുന്ന പിന്നെ മലദ്വാരത്തില് പിന്നെ അതും പേടിയുണ്ട്. എന്റെ അറിവിൽ വേറെ ഇങ്ങനെ വന്നിട്ട് ക്യാൻസറാ വന്നത്. മലദ്വാരത്തിൽ എന്ന് പറഞ്ഞാല് നീരിറങ്ങിയിട്ട് എന്തൊരു വലിയ പ്രശ്നമായിട്ട് കുറെ എല്ലാവരും പേടിച്ചു പോയി. ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ ഒരു കാരണവശാലും ചെയ്യണ്ടേ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവനോട് പറയണ്ടെങ്കിൽ അതൊന്നും അറിയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ഞാൻ അനുജത്തിയോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു കാരണവശാലും ഒന്നും ആവില്ല. പിന്നെ അപ്പോ മരുന്നെല്ലാം വെച്ച് അവർ ഇഞ്ചക്ഷൻ എല്ലാം അടിച്ച് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പോയതാ. അപ്പൊ ഡോക്ടർ പറഞ്ഞോളൂ അതിന് വേണ്ട ഓപ്പറേഷൻ ആവശ്യമില്ലാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ഇന്ന് പറഞ്ഞ രണ്ട് പോലെ തന്നെ സാക്ഷ്യം അതെ, തീർച്ചയായിട്ടും രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ക്യാൻസറിന്റെ അവസ്ഥയിൽ നിന്ന് ഡോക്ടർ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ പറയത്തില്ല, അത് കണ്ടതുകൊണ്ടാണ്. പക്ഷെ അതേ ഡോക്ടർ തന്നെ അത് വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ രണ്ട് വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഏത് രോഗമായിക്കോട്ടെ, അത് ക്യാൻസർ ആയിക്കോട്ടെ, ഏത് രോഗമാണ് പറയണം. ഇപ്പൊ സൗരി പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ ധൈര്യമായിട്ട് പറ, ഓപ്പറേഷനുകൾ മാറിപ്പോകും, കർത്താവ് യേശുവിന്റെ പ്രവൃത്തി നടക്കുന്നത്. രണ്ടും വലിയ സാക്ഷ്യം തന്നെയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിച്ച സാക്ഷ്യമാണ്. സൗരങ്ങളെ, നിങ്ങൾ ഇനി വെറുതെ ഇരിക്കരുത്. നിങ്ങൾ പുറപ്പെട്ട്, യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോയി ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യണം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് അത്ഭുതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ ജനിച്ച സമയം തൊട്ട് ഞാൻ ഹിസ്റ്ററിയായിട്ട് നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ് അലർജി. എനിക്കും എന്റെ ഒരു സെക്കൻഡ് നിങ്ങൾ ഒരുമിച്ച് ഒരു മിനിറ്റ് നിങ്ങളിങ്ങനെ ഒരുമിച്ച് സാക്ഷ്യം പറഞ്ഞാൽ നമുക്ക് സാക്ഷ്യം കേൾക്കാൻ കഴിയാതായി പോവും. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ മ്യൂട്ട് മാറ്റുമ്പം ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്യണം. ഞാൻ 1-2 സാക്ഷ്യം കൂടെ എനിക്ക് കേൾക്കണമെന്നുണ്ട്. നമുക്കൊരു പ്രയർ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. എങ്കിലും സാക്ഷ്യം ദൈവം ചെയ്തത് കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല. കാര്യം അനേകർക്കൊരു പറഞ്ഞു പെട്ടെന്ന് സിന്ധുവിന്റെ മകനാണ്. ഒരു മിനിറ്റ്. പക്ഷെ ഞാന് കുട്ടിക്കാലമായിരിക്കുന്ന സമയത്ത് തന്നെ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടിയതാണ് എനിക്ക് ചേച്ചിക്കും അലർജി എന്ന് പറയുന്നത്. എനിക്ക് അലർജി എന്ന് പറയുന്നത് ചില ഫുഡ്സിന് ഉണ്ട്, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്, എന്തൊക്കെ വിധത്തിൽ അലർജി വരാം അതിനെല്ലാത്തിനും അലർജി ഉണ്ട്. ഈ കുട്ടിക്കാലം മുതലേ ഞാൻ അത് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഒരു ടൈം എത്തിയ സമയത്ത് ഈ അലർജി ഒട്ടും സഹിക്കാൻ വയ്യാതെ നിരന്തരമായിട്ട് സൈനസൈറ്റിസിന്റെ പ്രോബ്ലം വന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയി അലർജി കൗണ്ട് ബ്ലഡിൽ ചെക്ക് ചെയ്തപ്പോൾ അത് 500-നകത്തേ വരാൻ പാടുള്ളൂ. എനിക്ക് 3500 ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച സമയത്ത് ഡോക്ടർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഇതിന് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അലർജി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ ഒരു അലർജിക് പേഷ്യന്റ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴും ഡസ്റ്റ് അടിക്കുമ്പോഴും ചില ഫുഡ് കഴിക്കുമ്പോഴും അതേപോലെ തന്നെ മഴ വരുമ്പോഴും തണുപ്പടിക്കുമ്പോഴും കാറ്റടിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും. പക്ഷെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് വരുന്ന സമയത്ത് അത് ഒരുപാട് മൂർധന്യാവസ്ഥയിലോട്ട് പോകാതിരിക്കാനായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന. പക്ഷേ ഞാനിപ്പോ അതിനുശേഷം ഈ ഒരു വിഷയത്തിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാനാണെങ്കിൽ ഈ വരുന്ന ആഴ്ച UK പോകാൻ വേണ്ടി അതിന്റെ സാക്ഷ്യം ഞാൻ ഉടനെ പറയുന്നുണ്ട് പക്ഷെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യത്താണ് പോകുന്നത്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അതിൽ കൺസേൺഡ് ആയിരുന്നു. പക്ഷെ ബ്രദർ നിങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രാർത്ഥിക്കാമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്നു. ഞാൻ മഴയത്ത് ഞാൻ ട്രാവൽ ചെയ്തു. അതിനുശേഷം പല പ്രാവശ്യം ഇവിടെ ഇറഗുലർ ആയിട്ടുള്ള ക്ലൈമറ്റ്സ് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും അതേപോലെ തന്നെ ഇവിടെ ക്ലീനിങ് പരിപാടി നടന്ന സമയത്ത് ഒരുപാട് ഡസ്റ്റ് അടിച്ചപ്പോൾ ഒന്നും എനിക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടായില്ല. അത് എവിടെ എന്ന് പോലും അറിഞ്ഞുകൂടാത്തതാണ് എന്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എനിക്ക്. യേശുവേ, ഇത് വലിയൊരു അത്ഭുതമാണ്. വലിയ ബ്രദറെ, എത്ര വർഷമായിട്ട് ബ്രദർ ഇത് അനുഭവിക്കുന്നു? ഇപ്പൊ എത്ര നാളായിട്ട് ഇത്? ബ്രദർ, എനിക്കിപ്പോ 21 വയസ്സായി. അപ്പൊ എനിക്ക് തോന്നുന്നു 21 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടെ, സഹോദരൻ പറഞ്ഞു കേട്ടില്ലേ? ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക,
ഇത് അലർജി ഒരിക്കലും ലൈഫ് ലോങ്ങിൽ നിങ്ങളത് അനുഭവിക്കണം. ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇതുമായിട്ട് നിങ്ങൾ ജീവിക്കണം മുന്നോട്ട്. അത് മഴ വന്നാലും പൊടി വന്നാലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അനുഭവിക്കണം. സൗരം പറഞ്ഞിട്ടില്ല, വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുവാണ്, തണുപ്പുള്ള രാജ്യത്തോട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കി, അവിടെ ചെന്നാൽ ഉറപ്പായിട്ടും ഇത് മൂർച്ഛന്നാവസ്ഥയിലേക്ക് പോകും. പക്ഷെ കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യത്തിൽ വിശ്വസിച്ചു. ഇന്ന് സൗരം പറഞ്ഞ് മഴ നനഞ്ഞു, പല ക്ലൈമറ്റിൽ യാത്ര ചെയ്തു, പക്ഷെ ഒരു കുഴപ്പവുമില്ല. ഇത്രയും വർഷമായി കയറിക്കൂടിയ രോഗശക്തി യേശുവിന്റെ വചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങി. യേശുവിന്റെ നാമമഹത്വം. ഗോഡ് ബ്ലസ് യു ബ്രദറെ. അനേകർക്ക് വേണ്ടി ചാടി പ്രാർത്ഥിച്ചോണം. പറയണം, എന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും യേശു സൗഖ്യമാക്കുമെന്ന് പറയണം. ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ പോയി സൗഖ്യമാക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശു സഭയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും. ധൈര്യമായിട്ട് പോര് ബ്രദറെ, നമ്മളിവിടെ ഉണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, പറഞ്ഞു. ഞാന് മോന് വേണ്ടി പ്രയർ ചോദിച്ചിരുന്നു. ദുബായിൽ നിന്ന് മോൻ വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. യേശു ജീവിക്കുന്നു. മോനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മോന്റെ കണ്ണിന് പ്രശ്നമായിരുന്നു. അത് ദുബായിൽ വെച്ച് പറഞ്ഞു, തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ഒരു 2 ലക്ഷം രൂപയുടെ സർജറി വേണ്ടി വരും കണ്ണിനെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദറിനോട് പ്രാർത്ഥന ചോദിച്ചിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ടു. MRI സ്കാൻ ചെയ്തു. അപ്പം ഗുളിക കഴിച്ചാൽ മതി, കണ്ണിന് എക്സസൈസും കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇന്ന് വിട്ടു. അതുപോലെ വീട് താഴ്ഭാഗം ദൈവം മനോഹരമായിട്ട് പണി ചെയ്ത് തന്നു. പിന്നെ അത് ബ്രദർ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഒരു ഷാലറ്റ് എന്ന് പറഞ്ഞിരുന്നു. ആ മകൾ അനുഗ്രഹമായി വരുന്നെന്ന്. മോന് ആലോചന വന്ന കുഞ്ഞിന്റെ പേരാണ് ഷാലറ്റ്. ആ മകള് വന്നിരുന്നു. അപ്പൊ അത് നവംബർ 3-ാം തീയതി നിശ്ചയമാണെന്ന് തീരുമാനിക്കാൻ ദൈവം കൃപ തന്നു. അപ്പം മോന്റെ ബാധ്യതയും കടങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം യേശു അത്ഭുതമാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞിട്ടാണ് യേശു ഇത്രയും സൗഖ്യം മോന് തന്നെ. ഞാൻ ഇന്ന് ടെസ്റ്റിന് പോയപ്പോഴും പറഞ്ഞു, യേശുവിന്റെ ദൈവരാജ്യത്തിലാണ് മോൻ ഇരിക്കുന്നത്, അവിടെ രോഗമില്ല, മോന്റെ കണ്ണിന് ഒന്നും ഒരു നെഗറ്റീവും പറയാൻ ദൈവം ഇടയാക്കത്തില്ല എന്ന് പറഞ്ഞ് ശക്തമായിട്ട് വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഇതെനിക്ക് ഇന്ന് പറയാൻ യേശോട് സാക്ഷ്യമായിട്ട് എല്ലാവർക്കും യേശുവിനെ വിശ്വസിക്കാനും യേശോയിൽ ആശ്രയിക്കുവാനും യേശോയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാനും വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കണ്ണിപ്പോ എന്നാ പറഞ്ഞു ഡോക്ടർ? എന്ത് പറഞ്ഞു കണ്ണിന്റെ കാര്യത്തില്? കണ്ണിന്റെ കാര്യത്തിൽ പറഞ്ഞ് എക്സസൈസ് കണ്ണിന് കൊടുക്കണം, ഗുളികയും തന്നു. പിന്നെ മോൻ പല്ലില് കമ്പി ഇട്ടിരുന്നു ദുബായിൽ വെച്ച്, മേളിലും താഴെ. അപ്പൊ ആ കമ്പി മാറ്റാതെ MRI എടുക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ കമ്പി മാറ്റാൻ അടൂര് ചെല്ലണമായിരുന്നു. അപ്പൊ അടൂര് ചെന്ന് കമ്പി മാറ്റിയപ്പോ അവര് പറഞ്ഞു, ചിലപ്പം ഈ കമ്പി ഇട്ടതിന്റെ ആയിരിക്കാം നെർവസിനും ഇതിനും വന്നത്, അപ്പൊ അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇതിന്റെ ഇത് കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ അവര് ഗുളികയും പിന്നെ ഇത് കൊടുത്തു. സർജറി വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞില്ല, സർജറി വേണ്ട, ഗുളികയും പിന്നെ എക്സസൈസും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മതി. ഇനി കൈവച്ച് പറഞ്ഞോണം, സർജറി വേണ്ട എന്ന് പറയിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞോണം. ഒരു കുഴപ്പമില്ലാതെ കാണും. നമ്മൾ എത്രയോ അത്ഭുതം കാഴ്ച ഇല്ലാത്തവർക്ക് പോലും കാഴ്ച കൊടുക്കുന്നതാണ് യേശുവിന്റെ വചനത്തിന്റെ ശക്തി. അങ്ങനെ ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടതാണല്ലോ. കാഴ്ച വർദ്ധിച്ചവര്, നാളുകളായി കണ്ണിന് കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി എന്ന അവസ്ഥയിലൂടെ പോയവര്, കാഴ്ച കുറഞ്ഞവർ, അവർക്കൊക്കെ കാഴ്ച ലഭിച്ചതുപോലെ ആ മകനെ ഇന്ന് സർജറി മാറ്റി വെച്ചതുപോലെ യേശു ഇനിയും പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ സാക്ഷി പറയുവാൻ? വേഗത്തിൽ പറയും. എന്തോ? ഞാനൊരു വലിയ സാക്ഷ്യം പറയട്ടെ ബ്രദറെ. ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ കൂട്ടുകാരി എന്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ബ്രദറെ. അപ്പം തിങ്കളാഴ്ച അവിടെ മോളെ ഒരു വിഷയം ഉണ്ടായി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ബ്രദറെ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിച്ചു. അവളെ ഭാരങ്ങളെല്ലാം അപ്പന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവരെ വീട്ടിനകത്ത് ചെന്ന് നല്ലതുപോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം അവളെ മോൾ ഓടിക്കൊണ്ട് വന്ന് പറഞ്ഞ്, ആന്റി അമ്മ കതക് അടച്ച് ഇരിക്കുന്നു, വിളിച്ചിട്ട് വിളി കേൾക്കണില്ല. ബ്രദറെ, ഞാൻ ഇവിടെ നിന്ന് ഓടി അവിടെ ചെന്നപ്പം അവള് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഫാനിൽ തൂങ്ങി കുരുക്കിട്ട് കഴുത്തിന് ഇട്ട് ബ്രദറെ. ഞാൻ കതവിലിട്ട് അടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് വചനം പറഞ്ഞ് ഞാൻ നിലവിളിച്ച്
അവള് തന്നെ കൈ കൊണ്ട് കുരുക്ക് മാറ്റി ഇറങ്ങി കതു കുറ്റി തുറന്ന് വെളിയിറങ്ങി വന്ന് ബ്രദറെ. എനിക്ക് അറിഞ്ഞൂടാ, അതിലെ ഒരു മിനിറ്റ് പോലും എടുത്തില്ല ബ്രദറെ. ആ ആയുസ് എനിക്ക് എന്റെ അപ്പൻ തിരിച്ചു തന്നു, അത്ഭുതം പ്രവർത്തിച്ചു. നന്ദി തീർച്ചയായിട്ടും പറയുന്നു കർത്താവ്, ബ്രദറെ. തീർച്ചയായിട്ടും നമ്മൾ എന്ന് പറഞ്ഞ നമ്മുടെ പ്രാർത്ഥന നിസാരമല്ല. പിശാശ്, നമുക്കറിയാം, ആത്മഹത്യ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ആത്മാവിനെ കെടുത്തിക്കളയുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഒരു ആത്മാവിനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത് പിശാചിന്റെ തന്ത്രമാണ്. എന്നാൽ സഹോദരി പറഞ്ഞുകൊണ്ട് തന്നെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയെ ആ മുറിയിലിരുന്നു കൊണ്ട്, അതിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കൊട്ടിയപ്പോൾ യേശുവിന്റെ നാമം പറയുകയും വചനം പറയുകയും ചെയ്തപ്പോഴേക്കും കയറിട്ട വ്യക്തി തന്നെ മടങ്ങി ഇറങ്ങി വന്നു. ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യായിരുന്നു, പക്ഷെ ആ മനസ്സിനെ വചനം അയച്ചു വിടിവിച്ചു എന്ന് പറയുന്നത് പോലെ ആ വചനം മകളുടെ ഹൃദയത്തെ അനുകൂലമാക്കി. സിസ്റ്ററെ, ഇനിയും അനേകരെ ബലപ്പെടുത്തുക, തീയിൽ നിന്നും അനേകരെ വലിച്ചെടുക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ പോയി സൗഖ്യമാക്കുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമം, ഇത് കർത്താവിന്റെ നാമത്തിൽ ഇനി അനേകരെ ഇതുപോലെ രക്ഷിപ്പാൻ ദൈവം ഇടയാക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ മോളുടെ മോന്റെ പിറന്നാളാണ് ഇന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ. കർത്താവ്, ഇന്ന് ഞാൻ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ദിവ്യാരോഗ്യം ഉണ്ടാകട്ടെ, നന്മ കൊണ്ട് നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എന്തോ സാക്ഷി ഉണ്ടായിരുന്നു പറഞ്ഞു ധൈര്യമായിട്ട്. ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഒപ്പുറ്റുവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞില്ലേ, ഒപ്പുറ്റുവേദന ഉള്ളവർക്ക് അവിടെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായി സൗഖ്യമായി. എത്ര വർഷമായിട്ടുള്ള വേദനയാണ് സിസ്റ്റർ അത്? ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. എത്ര 10 വർഷത്തിന് മേലെ ഇങ്ങനെ ഓക്കെ ഏട്ടാ, നിങ്ങളുടെ 10 വർഷത്തിന് മുകളിൽ ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു. ഇപ്പൊ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കൈ വെച്ചിട്ട് അവിടെ വെച്ചു അല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? വേദന നല്ലതായിട്ട് മാറി. യേശു പൂർണ്ണ സൗഖ്യമായോ? പൂർണ്ണ സൗഖ്യമായി. പൂർണ്ണ സൗഖ്യം, അത് പറയണം, അത് എടുത്തു പറയണം. പൂർണ്ണ സൗഖ്യമായത്, പൂർണ്ണ സൗഖ്യമായത്. ആമേൻ. എന്നൊക്കെ 10 വർഷമായിട്ട് രോഗബന്ധനത്തെ യേശു അഴിച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ രോഗികളായി നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് പറയുക, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. യേശു സൗഖ്യമാക്കുന്നതന്നെ ധൈര്യമായിട്ട് പറഞ്ഞോണം. അവരെ കൂട്ടിവരുത്ത്. ജസ്റ്റ് നിങ്ങൾ കയറുക. പാസ്റ്ററെ, പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിൽ അതുപോലെ വളരെ മോശ സ്ഥിതിയൊക്കെ ആയിരുന്നു. ഞാൻ പാസ്റ്റർ പറഞ്ഞാലോ വചനം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ആവർത്തന പുസ്തകം അബ്രഹാമിന്റെ അനുഗ്രഹമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പൊ നല്ല രീതിയിൽ ഞാൻ സ്റ്റാൻഡിലോട്ട് നല്ലതായിട്ട് ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഞാൻ വേറൊരു വിഷയമുള്ളത്, എന്റെ ഹസ്ബൻഡിന്, ഞങ്ങളുടെ മസ്കറ്റിലാണ്, കുറെ വർഷമായി പാസ്റ്റർ ജോലി നോക്കുന്നത്. ഹസ്ബൻഡിന്റെ വിഷയത്തിൽ മാത്രം ഒരു വിടുതല് ഇതുവരെ കർത്താവ് പ്രവർത്തിച്ച ഇന്ന് കർത്താവിന്റെ വചനം അങ്ങോട്ട് പറഞ്ഞോണം. ദൈവ അത്ഭുതങ്ങളാൽ നിറയ്ക്കാനിടയെ തീരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ സാക്ഷ്യം സെപ്പറേറ്റ് എടുത്തിരിക്കുന്നതാണ്. ഈ സാക്ഷ്യം എത്തുന്ന, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സാക്ഷ്യത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കുന്നതായിരിക്കും. ശ്രദ്ധിച്ചോണേ. ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇത് കാണുന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയും. നിങ്ങൾ കേട്ടെ, യേശുവിന്റെ അടിപ്പിണരുകാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ദുർഭൂതങ്ങൾ നിങ്ങളുടെ ഭവനം വിട്ട് മാറിപ്പോവും. രോഗാത്മാക്കൾ, സാമ്പത്തിക തകർച്ച കൊണ്ടിരുന്ന ദുരാത്മാക്കൾ, കുടുംബത്തിൽ തലമുറകളെ കലഹിപ്പിക്കുന്ന, സമാധാനം കെടുത്തുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്നൊക്കെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ വിട്ടു മാറട്ടെ. സമാധാനം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, കുരുക്കുകൾ അഴിയട്ടെ, നന്മ വരട്ടെ, മരണങ്ങൾ നീങ്ങിപ്പോകട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ചെന്ന്, എനിക്കറിയാം നീ സാക്ഷി ഒത്തിരി ആക്കാണ്ട് ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത് പ്രിയരെ. നിങ്ങളുടെ സാക്ഷ്യം കേട്ട് ബലപ്പെടുകയാണ് ഓരോ ദിവസവും കർത്താവിന്റെ നാമത്തിൽ. മാത്രമല്ല, അനേകർക്ക് കർത്താവ് സൗഖ്യത്തെ കൊടുക്കും. നിങ്ങൾ രോഗികളെ, നിങ്ങളുടെ കസിൻസ് ഉണ്ട്, കൂട്ടിക്കൊണ്ട് പോകും. നിങ്ങളൊന്ന് കേക്ക് എന്ന് പറയുക. ആ രോഗിയെ കേൾപ്പിക്കുക. അവർക്ക് സൗഖ്യം യേശു കൊടുക്കും. ധൈര്യത്തോടെ കൂട്ടിക്കൊണ്ട് വരിക. മറക്കരുത്, 27-ാം തീയതി സെപ്റ്റംബർ 27-ന് ഈസ്റ്റ് ഹാമിൽ, UK ഈസ്റ്റ് ഹാമിൽ, ലണ്ടന്റെ അടുത്ത്, അവിടുന്ന് 27-ാം തീയതി 2 മണി മുതൽ 5 മണി വരെ, ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി മുതൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന ലൊക്കേഷൻ 2 ദിവസത്തിനുള്ളിൽ വരും. അവിടെ നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. യേശു വലിയ കാര്യങ്ങളെ ചെയ്യും, വലിയ പ്രവർത്തികളെ ചെയ്യും. പ്രൊഫറ്റിക്കൽ ഹീലിംഗ്, ഡെലിവറൻസുകൾ കർത്താവ് ചെയ്യും. ആമേൻ.
നന്ദി പിതാവേ. നമ്മളിതൊരു സ്റ്റാർട്ടിംഗ് ആണ്. പല പട്ടണങ്ങളിൽ സുവിശേഷവുമായിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അതിൽ പങ്കുചേരാം. പറഞ്ഞത് ഇതൊരു ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പങ്കാളി. ഒരു സഭയിൽ നിന്ന് ചാടി മറ്റു സഭയിൽ പോകുന്ന പരിപാടിയല്ല. ദൈവരാജ്യത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ബ്രദറും കൂട്ടരും ഒരു യാത്ര ചെയ്യുവാണ് UK പലയിടങ്ങളിൽ. അപ്പോൾ ആഗ്രഹിക്കുന്നവർ നമുക്ക് ഓരോ പട്ടണത്തിൻ്റെ മേൽ വിത്ത് വിതയ്ക്കാൻ വേണ്ടി പോകുന്നു. ആ വിത്തുകളുടെ വിളവെടുപ്പിനായി വീണ്ടും വരും. കർത്താവിൻ്റെ നാമത്തിൽ അതൊരു തുടക്കമാണ്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പം നാളെ നമ്മുടെ ചോദ്യോത്തരവേളയാണ്. അതിൽ പങ്കുചേരുക. ഇപ്പോൾ തന്നെ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അവിടെ വന്നിട്ട് നിങ്ങൾ വചനം വെച്ചേ ചോദിക്കാവുള്ളേ. ഊഹാപോഹം ചോദിക്കരുത്. ഏത് വചനമാണ്, എവിടെയാണ്, അതും കൂടെ വെച്ച് വേണം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാൻ. അല്ലാത്ത സംശയങ്ങളും ചോദിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രഖ്യാപനങ്ങൾ